എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തൻ്റെ അരുമ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ സഭയുടെ അംഗമായിരിക്കാനും ആ സഭയുടെ കെട്ടുമണിയിൽ ഒരു പങ്കാളിത്തം വഹിപ്പാനും ദൈവം തന്ന വിലയേറിയ പദവിയെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 26 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ ചെറുവക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച ആത്മീയ സംഗമമാണ് ചെറുവക്കൽ കൺവെൻഷൻ. എളിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവത്തിൻ്റെ കരം അനുകൂലമായിരുന്നതിനാൽ ഈ ശുശ്രൂഷകളെ ദൈവം മാനിച്ചു അനുഗ്രഹിച്ചു. എല്ലാ വർഷവും ഡിസംബർ അവസാന ആഴ്ചയിൽ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടക്കുന്നതായ ഈ ആത്മീയ കൂട്ടായ്മയിൽ ഇവിടെ കടന്നു വരുന്ന ആയിരങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടും ലൈവ് സ്ട്രീമിൽ കൂടെ, ടി വിയിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ യോഗത്തെ കാണുകയും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും സന്തോഷവും ജീവിതത്തിൽ വിടുതലും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ചെറുവക്കൽ കൺവെൻഷൻ ഏറ്റവും ഇഷ്ടപ്പെടുവാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഇവിടെ നടക്കുന്നതായ ആരാധന, ദൈവവചന ശുശ്രൂഷ. പരിശുദ്ധാത്മ നിറവിലുള്ളതായ ആത്മീയ ആരാധനയ്ക്ക് ചെറുവക്കൽ കൺവെൻഷൻ വളരെ മുൻതൂക്കം കൊടുക്കുന്നു. കൂടാതെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കപ്പെടുന്നതായ അഭിഷിക്ത ദൈവദാസന്മാരുടെ ശക്തമായ ദൈവവചന ശുശ്രൂഷയും ദൈവമക്കൾക്ക് അനുഗ്രഹവും സന്തോഷവും വിടുതലുമാണ്. ആത്മദാഹത്തോടും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് ചെറുവക്കൽ ഗ്രാമത്തിന് ചുറ്റുപാടുള്ളതായ സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ദൈവമക്കൾ കടന്നു വരുന്നത്. IPC വേങ്ങൂർ സെൻറ്ററിൻ്റെയും കിളിമാനൂർ ഏറിയുടെയും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ 2018 ഡിസംബർ 23 ഞായർ മുതൽ 30 ഞായർ വരെ നടക്കുന്നതായ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സംഗമത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വരിക, നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. ആത്മീയ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. സ്നേഹിച്ചിടാ യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാ യേശുവിനെ ഇന്നും എന്നും അനന്യനെ. പാട്ടുപുസ്തകത്തിലെ 80ാമത്തെ പാട്ടാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്. പുകഴ്ത്തിയിടാം യേശുവിനെ. ഒരുമിച്ച് പാടുമ്പോൾ ആ സ്റ്റാൻസ് ഒന്ന് ധ്യാനിച്ച് ഹൃദയത്തിൽ നിന്ന് പാടിക്കേ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അനന്യനെ. കുഞ്ഞുങ്ങൾ പാടിക്കേ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. ചേർന്ന് സേവിച്ചിടാം യേശുവിനെ ഇന്നും. ചേർന്ന് കരം തട്ടി പാടാം. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിന്റെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിന്റെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും
യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം കുഞ്ഞാടിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ ആത്മാവ് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും മാറ്റമില്ലാത്ത സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള ദൈവമക്കളെ കാര്യങ്ങളെ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. Shall we stand in the presence of the Lord? നമുക്ക് എടുത്തിട്ട് നിൽക്കാം എല്ലാവരും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ. നമ്മുടെ കൺവെൻഷന്റെ അവസാന രാത്രിയാണ്. കഴിഞ്ഞ 6 രാത്രികൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. അത് വിശ്വസിക്കുന്നവരും അനുഭവിക്കുന്നവരും ഇരു കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. കമോൺ, ശക്തിയോടെ വിശ്വസിക്കുന്ന രീതിയിൽ, അനുഭവിക്കുന്ന രീതിയിൽ. തളർന്നു പോയോ 6 ദിവസം ആരാധിച്ച് ക്ഷീണിക്കുകയല്ല, നമ്മൾ ആരാധിച്ച് ശക്തിപ്പെട്ടവർ കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. കമോൺ, ശക്തിയോടെ. പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയും അന്യ ചിന്തകളെല്ലാം വെടിഞ്ഞിട്ട് കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രിയാണ്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നതിന്റെ
ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ഉത്സവത്തിന്റെ ഒടുക്കലത്തെ നാൾ ഇന്ന് മഹാരാത്രിയിൽ, ഈ ഒടുക്കലത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം തന്ന വിലയേറിയ പദവി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങോട്ട് നോക്കട്ടെ. Come on everybody, all the pastors, worship him, worship him, worship him. ഒരു വ്യക്തിയെ കാണാനല്ല, ഒരു പ്രസ്ഥാനത്തെ കാണാനല്ല, ഒരു പ്രാസംഗികനെ കാണാനല്ല, ഒരു പാട്ടുകാരനെ കാണാനല്ല. ഇന്ന് രാത്രികാലം വലിയവനായ ദൈവത്തിന്റെ തേജസ്, തേജോമനായ ദൈവത്തിന്റെ തേജസ് കാണുന്നവർ, അനുഭവിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അറിയാവുന്ന പാട്ടുകൾ നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. അറിയാവുന്ന പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് പാടി ആത്മനിറവിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. മുഴുവൻ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഒടുക്കലത്തെ നാളിൽ ഏറ്റവും നല്ലത്. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ, നല്ലവനാ വെളിപ്പെടുവേ. നല്ലവനാ നല്ലവനാ ശക്തിയോടെ, ഉത്സാഹത്തോടെ ശക്തിയാലും നിത്യത്തിലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഭൂമിയിലെ ഉയർത്തിരാ. അത്ഭുതമേശുവിൻ നാമം ഭൂമിയിലെ ഉയർത്തിരാ. മിന്നൽ വീശി പിൻമാറിയെ ഊറ്റും അവൻ. മിന്നൽ വീശി പിൻമാറിയെ ഊറ്റും അവൻ. ഉണരുകയാ ജനകോടികൾ തകരുമപ്പോൾ ദുശാസികളും. ഉണരുകയാ ജനകോടികൾ തകരുമപ്പോൾ ദുശാസികളും. അത്ഭുതമേശുവിൻ നാമം ഭൂമിയിലെ ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഭൂമിയിലെ ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. ഒന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം അത്ഭുത നാമമാ. എല്ലാ മേലായ നാമമാ, എല്ലാ നാമത്തിനും മേലായ നാമമാ. ഈ രാത്രികാലം നമ്മുടെ കൺവെൻഷന്റെ അവസാന രാത്രി ആ നാമത്തെ ഉയർത്താം. സർവബാധയും നീങ്ങിടുമേ. സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കൂ. വീരസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആത്മനിറവോടെ മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം. കുഞ്ഞുങ്ങളെ കരങ്ങളെ അടിച്ചു പണിയാണ്. അങ്ങോട്ട് നോക്കി നിൽക്കാൻ കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ ആരാധിച്ചാണ്. നമ്മെ നായകൻ കൈവിടുമോ.
നമ്മെ നായകൻ കൈവിടുമോ എഴുന്നേറ്റുക പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും എഴുന്നേറ്റുക പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും കിട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും കിട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉറച്ചിടുക സഹോദരരെ തിരുവചനം അതിധൈര്യമാ ഉറച്ചിടുക സഹോദരരെ അത്ഭുതമേശുവിൻ നാമം ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും ശക്തിയോടെ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതലാ യേശുവിൻ നാമം രക്ഷയാ യേശുവിൻ നാമം രക്ഷയുണ്ട് യേശുവിൻ നാമം വിടുതലാ യേശുവിൻ നാമം രക്ഷയാ യേശുവിൻ നാമം ശക്തിയാ യേശുവിനെ വിടുതലു ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും സ്വർഗീയ ഭാഷയിൽ ആത്മാവിൽ ഹല്ലേലൂയ ഓ യേശുവിനെ ഹല്ലേലൂയ സർവശക്തനായവൻ ഹല്ലേലൂയ ആത്മനിറവിൽ അന്യഭാഷകളോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവാരി ഈ പന്തലിൽ പെയ്തിറങ്ങട്ടെ ഹല്ലേലൂയ യുവതികളും യുവാക്കന്മാരും ബാലന്മാരും വൃദ്ധന്മാരും ദൈവദാസന്മാരും ഒരുപോലെ ആത്മാവിൽ ആരാധിക്കട്ടെ. ആരും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രിയിൽ ഒരു അഗ്നി അഭിഷേകം, ഒരു പരിശുദ്ധാത്മാവിന്റെ ശബ്ദമില്ലാത്ത അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ.
ആരും പ്രാപിക്കാതെ പോകരുത്. ഈ അവസാന രാത്രിയിൽ ആരും പ്രാപിക്കാതെ പോകരുത് ദൈവശക്തി. നാളെ രാത്രി ഇവിടെ കൺവെൻഷൻ ഇല്ല, നാളെ രാത്രി ഇവിടെ മഹായോഗമില്ല. ഇന്ന് രാത്രികാലം ഈ അവസാന രാത്രിയിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഈ നിങ്ങളുടെ മൺകൂടാരത്തിൽ ഈ 12 ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും വ്യാപരിക്കട്ടെ. എടുത്തു പറയുന്ന പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ, പരിശുദ്ധാത്മാവിന്റെ ജീവജല നദി ഒഴുകട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായി പ്രസ്താവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നന്ദിയുണ്ടെങ്കിൽ അത് അഭിഷേകമായി, ഒരു ശക്തിയായി, അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ആരും കണ്ണു തുറന്നു നിൽക്കരുത്, ആരും കണ്ണു തുറന്നു നിൽക്കരുത്, ആരും കാഴ്ചക്കാരെ നിൽക്കരുത്. ഒരൊറ്റ കാഴ്ചക്കാരനേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാ. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, അവന് പുകഴ്ച കൊടുക്കുവാൻ, അവന് ബഹുമാനം കൊടുക്കുവാൻ, അവന് ആരാധന കൊടുക്കുവാൻ, അവന് ശക്തി കൊടുക്കുവാൻ, അവന് ഭാരം കൊടുക്കുവാൻ, അവന് മഹിമ കൊടുക്കുവാൻ ഇന്ന് രാത്രികാലം ഈ ചുമക്കൽ പന്തലിൽ വലിയ പ്രതീക്ഷയുടെ കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യേശുവിൻ രക്തത്താൽ ജയം, യേശുവിൻ രക്തത്താൽ ജയം, യേശുവിൻ രക്തത്താൽ ജയം. അഭിഷേക ദൈവദാസന്മാർ ആത്മാവിൽ ആരാധിക്കുക. ദൈവദാസന്മാർ ആത്മാവിൽ ആരാധിക്കുക. ആത്മാവിൽ ആരാധിക്കുക. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, അമിക്കയറുകൾ തകരട്ടെ, ശത്രുവിന്റെ മേൽ വെച്ചിരിക്കുന്ന മുഖങ്ങൾ ഒടിയട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പുഷ്ടി മുഖത്തെ തുറക്കും, പുഷ്ടി മുഖത്തെ ഒടിക്കും. The anointing will break the yoke. The anointing will break the yoke. പുഷ്ടി നിമിത്തം, പുഷ്ടി നിമിത്തം മുഖങ്ങൾ ഒടിയട്ടെ, അമിക്കയറുകൾ ബന്ധൊടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികൾ ദൈവദാസന്മാരെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചിട്ടല്ല, ആരാധിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്ക്, നന്ദിയുള്ള ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തെ സ്തുതിക്ക്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്നെ കണ്ണിൽ നിന്നും, നിന്റെ കാലിലെ വീഴ്ചയിൽ നിന്നും, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചുവെങ്കിൽ ഈ രാത്രികാലം നന്ദിയുള്ള ദൈവത്തെ സ്തുതിക്ക്.
ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയ ചേറ്റിൽ നിന്നും അവൻ നിന്നെ കയറ്റി, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി, നിന്റെ കാലുകളെ പാറകൾ നിർത്തി. നിന്റെ വായില് ഒരു പുതിയ പാട്ട്, ഒരു പുതിയ പാട്ട്. He has given you a new song in your mouth. നിന്റെ വായിൽ ഒരു പുതിയ പാട്ട്. അത് പാടുമ്പോൾ അനേകരെ ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിപ്പാൻ ദൈവം തന്ന പുതിയ പാട്ട്, ദൈവം തന്ന പുതിയ പാട്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഇന്ന് രാത്രികൾ ദൈവത്തെ ആരാധിക്കുക. അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ ആരാധിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ ആരാധിക്കുക. നമ്മളെ തലമുറകളൊക്കെ ആത്മാവിൽ ആരാധിക്കുക. ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കന്മാർ വില കൊടുത്ത് പെന്തിക്കോസ് സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ഇറങ്ങി വരാം. ആത്മാവിലുള്ള ആരാധനയ്ക്ക് അന്ന് അവരെ ഭൂതം ബാധിച്ചവരെന്ന് പറയപ്പെട്ടു. അവരെ കളിയാക്കി, അവരെ നിന്ദിച്ചു, അവരെ പരിഹസിച്ചു. ആ വില കൊടുത്തിറങ്ങിയ ദൈവമക്കളുടെ തലമുറകളാ ഇന്ന് രാത്രികാലം ഈ പന്തൽ നിൽക്കുന്നത്. അവരെയൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കട്ടെ. പെന്തിക്കോസിന്റെ അഗ്നിയഭിഷേകം, പെന്തിക്കോസിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രികാലം ഈ മഹായോഗത്തിന്റെ അവസാന രാത്രിയിൽ, ഈ 7ാം രാത്രിയിൽ ഈ പന്തൽ വ്യാപരിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഭവിക്കുന്ന കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഇരു കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. തലങ്ങൾ ഉയർത്തി പിടിച്ചാണ്, തല മുമ്പോട്ട് നിൽക്കണ്ട. അത് പിശാചിന്റെ ടെക്നിക്കാണ്. നമ്മൾ തല കുനിച്ച് അപമാനിതരായി ലജ്ജിച്ച് തല താഴ്ത്തി നടക്കണമെന്നാ പിശാചിന്റെ ആഗ്രഹം. അവൻ നിന്റെ തല ഉയർത്തുന്നവനാ. എന്റെ ദൈവം നമ്മുടെ തല ഉയർത്തുന്നവനാ. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർത്തുന്നവനാ. നിനക്ക് അഭിമാനിപ്പാൻ വകയുണ്ട്. ലോകത്ത് ആരെല്ലാം നിന്നെ നിന്ദിച്ചാലും, ആരെല്ലാം നിന്നെ പരിഹസിച്ചാലും, ആരെല്ലാം നിന്നെ തിരസ്കരിച്ചാലും ഇന്ന് രാത്രികാലം ചെറുമക്കൾ പന്തൽ കൂട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു അവകാശം പറയാനുണ്ട്. ഞാൻ ദൈവത്തിന്റെ പൈതലോ, I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാ. ആ വിശ്വാസത്തോടെ ഇരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, ആരുമില്ല. യേശുവേ പോലെ കരുതാ ആരുമില്ല. യേശുവേ യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുതാ കരുതുന്ന ദൈവമാണ്. ആരുമില്ല. യേശുവേ പോലെ യോഗ്യത, യേശുവേ പോലെ യോഗ്യന ആരും ഇല്ല. അവരെ പോലെ യോഗ്യനായ മറ്റൊരു വ്യക്തി ലോകത്തിലില്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ യേശുവേ പോലെ യോഗ്യന ആരും ഇല്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയന്തൻ വാഗ്ദത്തും
ഓർപ്പിച്ചുണർത്തുമെന്നേ ഉള്ളം കാലമുണ്ട് നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ ഉള്ളം കരത്തിൽ വരച്ച ഉള്ളം കാലത്തിൽ വരച്ചവൻ പൂർവിക്കാതീശന്ത എന്നോട് ആശ്വാസകൻ ഹല്ലേലൂയ ഉള്ളം കാലത്തിൽ വരച്ചവൻ പൂർവിക്കാതീശന്ത ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ ജീവിതയാത്രയാ എന്റെ അഖിലവും തീർത്തിടും എന്റെ അഖിലവും worship you Lord hallelujah hallelujah oh യേശുവേ പോലെ സ്നേഹിക്കാം ആ കരങ്ങൾ തളർന്നു പോകരുത് കരങ്ങൾ ഉയർത്തി തന്നെ പിടിച്ചോണം ഇന്ന് രാത്രി കാലം വിശ്വസിച്ച് പാട് നമ്മുടെ യേശുവിനെ പോലെ മറ്റാരുമില്ല എന്റെ യേശുവേ പോലെ കരുതാ ആരാധനയ്ക്ക് യേശുവേ പോലെ സ്നേഹിക്കാം ആരും ഇല്ല യേശുവേ പോലെ കരുതാ ഹല്ലേലൂയ നമുക്ക് പാടാം യേശുവേ പോലെ യോഗ്യനായി മറ്റാരുമില്ല പാടിയാട്ടെ മോനെ യേശുവേ പോലെ യോഗ്യനായി അവരെ പോലെ യോഗ്യനായ മറ്റാരുമില്ല. ശതാധി പറഞ്ഞു ഞാൻ യോഗ്യനല്ല, യോഗന്റെ ശാപകം പറഞ്ഞു ഞാൻ യോഗ്യനല്ല. പക്ഷേ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ യോഗ്യനാ. അവൻ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ, അവൻ പുസ്തകം തുറക്കുവാൻ യോഗ്യൻ, അവൻ നിന്നെ രക്ഷിപ്പാൻ യോഗ്യൻ, അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ യോഗ്യൻ. വിശ്വാസത്തിന്റെ കാര്യങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ
സ്വർഗത്തിൽ കണ്ട ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ, വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെ 3 ഹല്ലേലൂയ പറഞ്ഞാട്ട് കൈ കൊടുത്തിട്ട് പറ, ഗോഡ് ബ്ലസ് യു എന്ന് പറ, ഗോഡ് ബ്ലസ് യു എന്ന് പറ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാട്ട്. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി നമ്മുടെ മധ്യത്തിൽ ലാഗതനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ടതായ പ്രത്യേകമായ ആവശ്യമില്ല. പല വർഷങ്ങൾ ഈ മഹായോഗത്തിൽ കടന്നു വന്ന് ശക്തമായ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാം അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന് പല രാജ്യങ്ങളിലും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രികാല സമാപന രാത്രിയിൽ ദൈവത്തിന്റെ സന്ദേശവുമായി താൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. തനിയല്ല വന്നത്, തൻ്റെ കുടുംബവും കടന്നു വന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്നപ്പോൾ അവർ കുടുംബമായി കടന്നു വന്ന് 2 കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് പാടിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരൊക്കെ വലിയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം അവരെ വളർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കടശി രാത്രിയാന്ന് പറഞ്ഞപ്പോൾ ആമേൻ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്, വായും വയറുമെല്ലാം ശരിയായി വന്നപ്പോൾ പ്ലേറ്റിലെ തീർന്നു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ചെറുവക്കൽ കൺവെൻഷൻ പോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നിശ്ചയിച്ച ദിവസം കഴിഞ്ഞ് പൊതുജനത്തിൻ്റെയും ദൈവമക്കളുടെയും ദേശത്തിൻ്റെയും ആവശ്യപ്രകാരം ആ കൺവെൻഷനുകൾ നീട്ടിവെക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. നിശ്ചയിച്ച ദിവസം കൺവെൻഷൻ തീർന്നു കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് ജനം ദൈവപ്രവൃത്തി കാണാൻ ഒഴുകി ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഇത് നടത്തുകയല്ല, ദൈവം നടത്തുന്ന ദിവസങ്ങളായി മാറുന്ന ദിനങ്ങൾ, അങ്ങനെയുള്ള മഹായോഗങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാൻ പോവുകയാണ്. അതിലൊരു കൺവെൻഷനായി ചെറുവൽക്കൽ കൺവെൻഷനെ സ്വർഗത്തിലെ ദൈവം മാറ്റുന്നതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ആ വിശ്വാസവും അത് സംഭവിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നൃത്തം ചെയ്യണം, ഒന്ന് എഴുന്നേറ്റ് നല്ലപോലെ നിന്നൊന്ന് ആരാധിക്കണമൊക്കെ തോന്നിയാൽ ചെയ്തോണം. ഈ ഗ്രൗണ്ടിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് നല്ല ആത്മീയമായ ഉത്തേജനവും കർത്താവിൻ്റെ കരങ്ങളിൽ അതിനായിട്ട് പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹായോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ളതല്ല, ഇവിടെ വന്നൊന്ന് അറ്റൻഡ് ചെയ്യുന്നതിനൊരു കൃപയാണ്. പ്രസംഗിക്കാനല്ലെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതിനൊരു കൃപയാണ്. സ്തോത്രം. ഈ അഭിഷിക്ത ദൈവദാസനും കുടുംബമായിട്ടുള്ള അവിഭാജ്യമായ ഒരു ഹൃദയബന്ധം, പ്രാർത്ഥനാബന്ധം. ആമേൻ. സ്തോത്രം. അക്ഷരങ്ങൾ കൊണ്ട് ആലങ്കാരികമാക്കുന്ന ഒരു വാക്കല്ലിത്. സ്തോത്രം. ഉള്ളിൽ തട്ടി ഞങ്ങൾക്ക് കുടുംബത്തിന്, എനിക്ക് എൻ്റെ വൈഫിനും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മറക്കാനാവാത്തൊരു ബന്ധമാണ് ജോൺ സാൻലി സിമാമി കുഞ്ഞുങ്ങളുമായിട്ടുള്ളത്. USA ഹ്യൂസ്റ്റണിലെ തൻ്റെ വാത്സല്യ ഭവനത്തിൽ. അമേൻ. അത് നിങ്ങൾ 1000 വട്ടം കേട്ടിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ. ഞാനല്ല, അവിടെ നിന്നൊക്കെ വന്ന അഭിഷിക്തന്മാരിലൂടെ അവിടെ ചെന്ന് കൂടെ പാർത്ത്, സ്തോത്രം, ആ സന്തോഷങ്ങളെല്ലാം അനുഭവിച്ച് മറക്കാനാവാത്ത ഒത്തിരി ഹൃദയബന്ധം. ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ മഹായോഗത്തിൽ ഇന്ന് രാത്രി ഒരു സുവിശേഷ പ്രസംഗനായി നിൽക്കുന്നതിലേക്ക് അഭിമാനമുണ്ട്. അഭിഷിക്തനോട് ഒരിക്കൽ കൂടെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് 32 വർഷമായി 10,000 വേദികളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര അധികം ദൈവദാസന്മാരുള്ള കൺവെൻഷനിൽ ഞാൻ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അമേൻ. 10-15 പേരൊക്കെ വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവദാസന്മാരോട് എൻ്റെ അടുത്തിരുന്ന ഇന്നത്തെ അധ്യക്ഷനോട് ഞാൻ പറയായിരുന്നു, എൻ്റെ മെസ്സേജിൻ്റെ ക്രീം കേൾക്കേണ്ടവർ സ്റ്റേജിലിരിക്കുന്നവരാ, അതുകൊണ്ട് ഔട്ടിനേക്കാൾ നല്ലൊരു മോണിറ്റർ വേണമെന്ന് ഞാൻ പറയായിരുന്നു. കാരണം സ്തോത്രം, ഏറ്റവും ശക്തമായ ഒരു വലിയ നിര അഭിഷക്തന്മാർ, ക്രിസ്തുവിൽ സഹബദ്ധന്മാർ. അമേൻ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്കെല്ലാം അറിയാം. സ്തോത്രം.
എന്നേക്കാൾ നല്ല പ്രസംഗകർ ഇവിടെ ഇരിപ്പുണ്ട്. അനുഭവമുള്ളവർ, ദൈവജ്ഞാനമുള്ളവർ, കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കുന്നവർ, വലിയ ഡിഗ്രികളുള്ളവർ, ഡോക്ടറേറ്റ് ഉള്ളവർ, ഡോക്ടർമാർ, അമേൻ, ഒക്കെ ഇരിക്കുന്ന വലിയൊരു സദസ്സാന്ന് എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും, അമേൻ, ഡോക്ടർ ബ്ലസൻ മേമൻ ഉൾപ്പെടെ, ജർമ്മനിയിൽ നിന്ന് വന്ന ദേവദാസൻ ഉൾപ്പെടെ അനേകരുണ്ട്. എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. സ്തോത്രം. കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രായവും തലമുടിയുടെ നിറവും ഒക്കെ കാണുമ്പോൾ ഞാൻ അതിലൊക്കെ കുറച്ച് പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് എങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കി പറയുമെന്നൊക്കെ ചിന്തിക്കും. ഇന്ന് രാത്രി എൻ്റെ പ്രായമല്ല പ്രസംഗത്തിൻ്റെ പ്രായം, വചനത്തിൻ്റെ പ്രായമാണ് പ്രസംഗത്തിൻ്റെ പ്രായം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാണനാഥൻ്റെ പ്രേമലേഖനം ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കുവാൻ തൊട്ട് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്. സ്തോത്രം. ആമേൻ. അഭിഷേകന്മാരെ, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവനോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാനുള്ള ആ പ്രവണത മാറി ഒന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടണമെന്ന് തോന്നുന്നതിലേക്ക് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മാറും. പ്രൈസ് ദി ലോർഡ്. മാറുവാണെങ്കിൽ അങ്ങനെ ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. അതിന് ബൈബിളിൽ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനും ആ സുന്ദരമെന്ന ഗൗരവാദത്തിൽ നിന്ന് മുടന്നെടുത്തിയെന്ന് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് അനുസരണം ഉള്ളവനാണെങ്കിൽ അവൻ നടക്കുക മാത്രമേ ചെയ്യാവൂ. പക്ഷെ അവൻ തുള്ളി. അപ്പം അനുസരണം കെട്ടവനല്ലേ? ആമേൻ. സ്വാഭാവികമായി അക്ഷരികമായ ഒരു ചോദ്യമുണ്ട്. ഇനി പുള്ളിയെ സൗഖ്യമാക്കിയവർ തന്നെ പുള്ളിയോട് ചോദിക്കുക, നിന്നോട് എഴുന്നേറ്റ് നടക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, കുതിക്കാനോ തുള്ളാനോ ചാടാനോ പറഞ്ഞോ? അപ്പോൾ അവൻ എൻ്റെ മറുപടി പറഞ്ഞു കാണും, നിങ്ങളുടെ നെരിയാണിയല്ല ഉറച്ചത്, എൻ്റെ നെരിയാണിയാണ്. എത്ര പേർക്ക് അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ശകല കഴിഞ്ഞ് മനസ്സിലായാലും മതി. പ്രൈസലോ. ഇന്ന് രാത്രി ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതല്ല ആരാധന, ആരെങ്കിലും പറയുമ്പോൾ തുള്ളുന്നതല്ല തുള്ളൽ. ഏറെ ഇളച്ചു കിട്ടിയവൻ ഏറെ സന്തോഷിക്കും. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ, കർത്താവ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് മനസാക്ഷിയിൽ ബോധ്യമുണ്ടെങ്കിൽ അടങ്ങിയിരിക്കരുത്. അരുമനാഥനെ സ്തുതിക്കുന്നത് ഒരാർപ്പോടെ ആയിരിക്കട്ടെ. ഈ മഹായോഗത്തിന്റെ കടശി രാത്രി ജീവിതത്തിൽ ഇതുവരെയും അനുഭവിക്കാത്ത സന്തോഷം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ 8 മണിക്ക് കയ്യിൽ അവനല്ലെങ്കിൽ 7 മണിക്ക് കുടുംബത്തിലെ ഭാര്യയോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും കൊണ്ടുതരുന്നൊരു ചൂട് കാപ്പി. ആമേൻ. അപ്പോൾ തന്നെ പത്രക്കാരൻ മുറ്റത്തുനിന്ന് വലിച്ചെറിയുന്ന ന്യൂസ് പേപ്പർ, ഒരു കയ്യിൽ പത്രവും ഒരു കയ്യിൽ ന്യൂസ് പേപ്പറുമായി ടേസ്റ്റോടെ തുടങ്ങുന്ന ഒരു രാവിലെ സമയം. ആമേൻ. 8 മണിക്ക് വായിച്ച പത്രം 9 മണിക്ക് വേസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. 8 മണിക്ക് പത്രം ടേസ്റ്റ്, 9 മണിക്ക് വേസ്റ്റ്. ഹല്ലേലൂയ. ഇവിടുത്തെ പത്രങ്ങൾ മാത്രമല്ല, ഇവിടെ വിദ്യാഭ്യാസമുള്ളവർ ഇരിപ്പുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, SSLCക്ക് നിങ്ങൾക്ക് 90% മാർക്ക് തന്ന പുസ്തകം എന്തിയേ? ഉത്തരം. പരീക്ഷയ്ക്ക് മുമ്പ് ടേസ്റ്റ്, പരീക്ഷ കഴിഞ്ഞ് വേസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബുക്കുകൾ എന്തിയേ? പരീക്ഷയ്ക്ക് മുമ്പ് ടേസ്റ്റ്, പരീക്ഷ കഴിഞ്ഞ് വേസ്റ്റ്. എന്നാൽ ഇന്ന് രാത്രി ബൈബിൾ പ്രസംഗിക്കാൻ തുടങ്ങുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ അപ്പൻ്റെ അത്ര മതിയല്ലേ? അങ്ങേര് വായിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ വായിച്ചു, അതെൻ്റെ വല്യപ്പനാ. എൻ്റെ അപ്പൻ വായിച്ചു, എൻ്റെ അപ്പൻ വായിച്ചു. എന്നിട്ട് എൻ്റെ കൈ തന്നു. വായിക്കും തോറും വേസ്റ്റ് ആകാതെ വായിച്ച് ടേസ്റ്റ് കൂടുന്ന ലോകത്തിൽ ഏക പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാകയാൽ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര വായിച്ചാലും മതിയാകാത്ത സ്തോത്രം. മരവരിയുടുത്ത് മരപ്പത്തകളിൽ പാർത്ത് ശിലായുഗത്തിലെ മനുഷ്യൻ ശില കൊണ്ട് ആയുധമുണ്ടാക്കി, കല്ലുകൊണ്ട് വേട്ടയാടി, കാനനത്തിൽ ജീവിച്ച് കാനന ചോലയിൽ നിന്ന് കുടിച്ച് മനുഷ്യന്റെ പച്ചയിറച്ചി നിന്ന് അവൻ ആമസോൺ, റുവാണ്ട, ടാൻസാനിയ, എത്യോപ്യ, നൈജീരിയ, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പാർത്ത മനുഷ്യനെ തന്ന കാനിബൽസ്, അവൻ നരഭോജികളോട് എൻ്റെ ദൈവം സംസാരിച്ചത് ഈ പുസ്തകത്തിലൂടെ.
എന്നാൽ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലെത്തി കാഡിലാക്ക് കാറിൽ മെർസിഡസ് ബെൻസിലും ഓടിയിലും ഇന്നത്തെ ആധുനിക യുഗത്തിലെത്തിയ മനുഷ്യൻ കമ്പ്യൂട്ടർ കൊണ്ട് കവിത എഴുതി കാൽക്കുലേറ്റർ കൊണ്ട് കണക്ക് കൂട്ടി ഇന്നത്തെ നാപ്പാം ബോംബ് ഹൈഡ്രജൻ ബോംബ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും കണ്ടുപിടിച്ച ഈ യുഗത്തിലെ മനുഷ്യനോട് സംസാരിക്കാൻ ആ നരഭോജിയോട് സംസാരിച്ച ആ പുസ്തകം ദൈവം തിരുത്തിയില്ല. അതേ ഭാഷയിൽ അതേ പുസ്തകം ഈ കാലഘട്ടത്തിലെ പുതിയ മനുഷ്യരോട് സംസാരിക്കാൻ സ്പേസ് യുഗത്തിലെ കമ്പ്യൂട്ടർ മനുഷ്യനോട് ഇതേ ബൈബിൾ തന്നെ തന്ന എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആസ്ട്രലോപിത്തിക്കസ്, രാമാപിത്തിക്കസ് തുടങ്ങിയ നട്ടലിന്ന് വരാത്ത ചിമ്പാൻസി വർഗത്തിൽപ്പെട്ട കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെന്നും നമ്മുടെ പൂർവികന്മാർ ആഫ്രിക്കയിലായിരുന്നെന്നും നമ്മുടെ വല്യപ്പന്മാർക്ക് വാലുണ്ടായിരുന്നെന്നും ഇരുന്ന് കുറുകി വാല് പോയെന്നും ഒരു മുഴയുണ്ടായിരുന്നെന്നും ഇരുന്ന് നിരങ്ങി മുഴ പോയെന്നും ഇങ്ങനെ ആയെന്നും പറഞ്ഞു കിടക്കുന്ന ഹതഭാഗ്യരായ ഒരുപാട് നിരീശ്വരവാദികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, ഡാർവിന്റെ സിദ്ധാന്തം. ധാതു ലോകത്തിൽ നിന്ന് സസ്യലോകം, സസ്യലോകത്തിൽ നിന്ന് ജന്തുലോകം, ജന്തുലോകത്തിൽ നിന്ന് മനുഷ്യലോകം ഉണ്ടായി. പരിണാമ സിദ്ധാന്തം ലോകത്തെ പഠിപ്പിച്ച ചാൾസ് ഡാർവിൻ അദ്ദേഹം എഴുതി വെച്ചു മൃഗം പരിണമിച്ച് മനുഷ്യനുണ്ടായെന്ന്. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് ജോർജ് ഡാർവിൻ. അപ്പൻ മരിച്ചുപോയി, പുസ്തകം എഴുതി വെച്ച് പഠിപ്പിച്ച് അപ്പൻ മരിച്ചു. എന്നാൽ ജോർജ് ഡാർവിന്റെ കാലം വന്നപ്പോൾ ജോർജ് ഡാർവിൻ പറഞ്ഞു എൻ്റെ അപ്പന് തെറ്റിയെന്ന്. ചാൾസ് ഡാർവിന്റെ മകൻ ജോർജ് ഡാർവിൻ പറഞ്ഞു എൻ്റെ അപ്പന് തെറ്റിയെന്ന്. എന്നാൽ കെ എബ്രഹാം പറയുന്നു എൻ്റെ അപ്പന് തെറ്റിയില്ല. ആമേൻ. ഇവിടെ പല അപ്പന്മാർക്കും തെറ്റി, നമ്മുടെ അപ്പന് തെറ്റിയില്ല. ആകാശഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റമില്ലാത്ത സത്യവചനം ഇത് മാറ്റമില്ലാത്തതാകയാൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? പത്രം എന്തുകൊണ്ടാണ് വേസ്റ്റ് ആയത്? മനോരമയിലും മാതൃഭൂമിയിലും കേരളവും മുതൽ ദേശാഭിമാനിലും ഇന്ത്യൻ എക്സ്പ്രസിലും വന്ന വാർത്തയൊക്കെ ഇന്നലത്തെ വാർത്തയായിരുന്നു. ചാക്കോ നാളെ മരിക്കും എന്ന് മനോരമയിൽ വന്നാൽ അത് ഇട്ടവൻ അന്ന് മരിച്ചിരിക്കും, അവനെ കൊന്നിരിക്കും. അവിടെ വരുന്ന മുഴുവൻ ഇന്നലെ മരിച്ചവരുടെ വാർത്തകളാ. എന്നാൽ ഈ ബൈബിളിന്റെ പ്രത്യേകത നാളെ ഈ കടലിൽ എന്ത് സംഭവിക്കും, നാളെ ഈ കരയ്ക്ക് എന്ത് സംഭവിക്കും, നാളെ ജ്യോതിർഗോളങ്ങൾക്ക് എന്ത് സംഭവിക്കും, നാളെ സൂര്യൻ എന്ത് സംഭവിക്കും, നാളെ ചന്ദ്രൻ എന്ത് സംഭവിക്കും, മരണാനന്തരം മനുഷ്യൻ എവിടെ പോകും, മികവറ്റ ഭാഷയിൽ, തികവറ്റ ഭാഷയിൽ, കിടയറ്റ ഭാഷയിൽ, സാധക നാടക ന്യായന അവൻ വിശ്വാസ വിജ്ഞാന വ്യക്തികൾക്ക് തെറ്റുപറ്റാതെ എഴുതപ്പെട്ട ഈ ഏക വിശ്വാസ പ്രഖ്യാപന ഗ്രന്ഥം ഈ ബൈബിളാകിയാൽ ഇത് കൊണ്ടുവന്നവര് ഉണ്ടെങ്കിലൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആമേൻ ഇതുപോലെ ഒരു സത്യ പുസ്തകം ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഹല്ലേലൂയ വിളിച്ചു പറയട്ടെ. ഇന്നത്തെ പ്രവചനത്തിൽ തെറ്റില്ലാത്ത, ശാസ്ത്രീയർക്ക് തെറ്റില്ലാത്ത, വിദ്യാസമ്പന്നർക്ക് തെറ്റില്ലാത്ത ഏക പുസ്തകം വിശുദ്ധ ബൈബിളാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ് സന്തോഷത്തോടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുറിവാക്യത്തിലേക്ക് ഒന്ന് പോകട്ടെ. മുഖവരകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. അവൻ യവം അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്ന ആഴമേറിയ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്ന, അപാത്രനായിരുന്ന, അപ്രാപ്തനായിരുന്ന എന്നെ തിരഞ്ഞെടുത്ത് ഈ അവനീതലത്തിൽ നിർത്തിയ എൻ്റെ കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വിരൽ തുമ്പ് കൊണ്ട് വൃത്തിയാക്കിയ വിഗ്രഹങ്ങളെ വിപണിയിൽ വിലപേശി വിറ്റ് ഊരിൻ്റെ തെരുവീതിയിൽ നേരില്ലായ്മയുടെ നെറുകേടിൻ്റെ വിത്തുപാകിയ തേരകൻ്റെ മകൻ അബ്രഹാമിനെ വറുമയുടെ വറചട്ടിയിലിട്ട് വറുത്തെടുത്ത് വാഗ്ദത്തത്തിൻ്റെ ഉലയിൽ കാച്ചി പഴിപ്പിച്ച് വിശ്വാസത്തിൻ്റെ നെറുകയിൽ നിർത്തി കൃപയുടെ അരം കൊണ്ട് രാഗിമിനുക്കി വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റിയ തേജോമയനായ ദൈവം, ഊരിലെ ദൈവങ്ങൾക്ക് ഉണ്ടും ഊട്ടി മുറക്കി മൂഞ്ഞാലാട്ടി നടന്നവനെ, അവൻ ഉயிருള്ള ദൈവമാരാന്നറിയാൻ ഊരിന്ന് പിടിച്ചിറക്കി ഒടയ തമ്പുരാൻ വിളിക്കൊണ്ടുവന്ന് വെളിപ്പാട് കൊണ്ട് അബ്രഹാമിന് ഒപ്പിയെടുത്ത ആ ഏബ്രഹാമിന്റെ അതേ ദൈവം ഈ ഏബ്രഹാമിന്റെ കൂടെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ എൻ്റെ കർത്താവിനെ നന്ദിയോടെ ഒരു സ്തോത്രം പറഞ്ഞാണ്. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 119 സങ്കീർത്തനം 122 വാക്യം. 7 ദിവസത്തെ മഹായോഗം അല്ല, അവൻ സുവിശേഷ ഉത്സവം, ആത്മീയ ആഘോഷം കഴിഞ്ഞ് ഹല്ലേലൂയ രാത്രി യോഗങ്ങൾ ഇന്ന് തീരുമ്പോൾ ഒരു കൊള്ള പങ്കിട്ട സന്തോഷത്തോടെ ആമേൻ ആമേൻ. കർത്താവിൻ്റെ പ്രത്യേകത തിന്നാൻ മാത്രം തരികയല്ല, ഓരോ കൊട്ട തലയിലും കൂടെ ചുമന്നു കൊടുക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, വാക്യമെന്ന് ശ്രദ്ധിച്ച് നിറച്ചു തരുന്ന രാത്രി. ആമേൻ
അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണം. നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. അഹങ്കാരികൾ ദൈവസഭയെ പീഡിപ്പിക്കരുത്. ഹല്ലേലൂയ. ഈ വചനത്തിനായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. താമ്ര കഥകളെ ഉടച്ചവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചവൻ, കൽദയ ബാബിലോണ്യ സാമ്രാജ്യങ്ങളോട് വചനം കൊണ്ട് കണക്ക് പറഞ്ഞവൻ, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരെ വജ്രത്തിന്റെ വജ്രസൂചി മുനയിൽ നിർത്തി കണക്ക് പറയിപ്പിച്ച സർവശക്തർ ഇന്ന് രാത്രി വചനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ, ആ ശക്തി ഇന്ന് രാത്രി വചനത്തിൽ വ്യാപരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ ചിറൻകീഴ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവവേദ സഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിലായിരുന്നു തിരുവനന്തപുരത്ത്. എന്നാൽ ഇന്ന് നിൽക്കുന്നത് ഇന്നലെ പ്രസംഗിച്ച കൃപയിലല്ല, ഇന്നൊരു പുതിയ കൃപയാ. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്തൊരു വ്യത്യസ്തമായ ഒരു ആത്മീയ കൃപ എൻ്റെ മേൽ കർത്താവ് പകരുന്നതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക, സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തുടക്കത്തിൽ ദൂതുകൾ ആരംഭിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്നെങ്കിലും അകത്തളത്തിനകത്ത് വേദനയോടെ മുറിവുകളേറ്റവരായി ചില വിഷയത്തിന് മധ്യ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചില ആത്മീയ ദൂതുകൾ ലോകം മുഴുവൻ ഇത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചോ. നിനക്കൊരു ഉത്തരവാദിയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് പ്രായമാകുമ്പോൾ നിന്നെ വലിച്ചെറിയാത്ത, നിന്റെ വരുമാനത്തെ മാത്രം സ്നേഹിക്കാത്ത, നിന്റെ സൗന്ദര്യത്തെ മാത്രം സ്നേഹിക്കാത്ത, നിന്റെ സാഹചര്യങ്ങളെ തിരിച്ചറിയുന്ന, പോക്കറ്റിന് കനമുള്ളപ്പോൾ, പേഴ്സിന് കനമുള്ളപ്പോൾ കൂടെ നിന്നിട്ട് അവസാനം തട്ടിക്കളയുന്ന ലോകത്തെ പോലല്ല ഇന്ന് രാത്രി കറുത്തവനെ വെളുത്തവനെ ആരെയും വകഭേദമാക്കി തിരിച്ചു മറിഞ്ഞ് അതിനെ പല ഗ്രൂപ്പിലാക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഉത്തരവാദി എനിക്കുണ്ട്. നിന്റെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ഉത്തരവാദിയുണ്ട്. സ്വത്രം പറഞ്ഞു വളർന്നു വരുന്ന നിന്റെ മക്കളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന ഒരു ഉത്തരവാദിയുണ്ട്. ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ലോറിയിൽ സാധനം കയറ്റി, ചട്ടിയും കലവും പാത്രവും കയറ്റി ഓരോ സഭകള് മാറി മാറി പോകുമ്പോൾ ഉടഞ്ഞ പാത്രങ്ങളും ഉടഞ്ഞ ഹൃദയങ്ങളുമൊക്കെ പലപ്പോഴും ഉള്ളിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വാഹനത്തിൽ നിന്നെ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് അയക്കുന്ന ഒരു ഉത്തരവാദിയുണ്ട്. അവൻ നിന്നെ കൈവിടുന്നവനല്ല, അവൻ നിന്നെ പട്ടിണിക്കിടുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തെ അനാഥമാക്കുന്നവനല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി എനിക്കൊരു ഉത്തരവാദി, നിനക്കൊരു ഉത്തരവാദി, നമുക്കൊരു ഉത്തരവാദിയുണ്ട്. ഒരു ഉത്തരവാദി. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സത്യവേദ പുസ്തകം ചുമന്നുകൊണ്ട് അരിമനാഥന്റെ വയലിൽ അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ട, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഒരു ആയുഷ്യം മുഴുവൻ തമ്പുരാന് വേണ്ടി വേർതിരിച്ച പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി പറയാം, അല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിനും പെൻഷനുണ്ട്. 58 കഴിഞ്ഞാൽ 60 കഴിഞ്ഞാൽ അവസാനിച്ചു. ഹല്ലേലൂയ. ഇവിടെ SI ആണെങ്കിലും കലക്ടറാണെങ്കിലും പെൻഷനായാൽ മുൻ SI എന്ന് പറയൂ, മുൻ കലക്ടറിനെ പറയൂ. എന്നാൽ ബൈബിൾ പ്രസംഗിച്ച ഒരു മുൻ പാസ്റ്റർ ഇല്ല. ഉത്തരവാദി. ഇത് പെർമനന്റ് ആയിട്ട് മരണം വരെയുള്ള തസ്തികയാ. അതിന്റെ സന്തോഷമൊന്നും പോരാ കേട്ടോ, അതിന്റെ സന്തോഷമൊന്നും പോരാ. ഒരു തസ്തികയായിട്ട് തന്നിരിക്കുകയല്ല, മരണം വരെ ഒരു ഉത്തരവാദി നമ്മുടെ ഉത്തരവാദം ഏറ്റെടുത്തിരിക്കുക. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാണ്, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ജനിച്ചു കഴിഞ്ഞിട്ട് അടഞ്ഞു പോയത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന ഒരുപാട് ശരീരഭാഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വരെ വായടഞ്ഞു പോയിട്ട് ഒരാൾ ജനിച്ചിട്ടില്ല. ജനിക്കുമ്പോഴേ വാ തുറന്ന, കാരണം കരഞ്ഞു വേണം ജനിക്കാൻ. സ്വത്രം. അങ്ങനാണെങ്കിൽ ഞാൻ പറയാം, വാ കീറി പുറത്തു കൊണ്ടുവന്ന തമ്പുരാന് ഈ വായ്ക്കകത്ത് എന്ത് തരണമെന്ന് പറയാം. എൻ്റെ ചോദ്യം, അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവത്തിന് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉറപ്പാ.
എങ്കിൽ ദൈവം കണ്ടിട്ടില്ലാത്തവരുടെ ഞാൻ പറയാൻ പോവാ, വേണേ ആരാധിച്ചോ. നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് അവൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി തമ്പുരാനാണ് വിളിച്ചതെങ്കിൽ ആ ഉത്തരവാദിയുടെ പ്രത്യേകത, ആമേൻ, നിന്റെ തലമുറ അപ്പം ഇറക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കിന്ന് രാത്രി അഭിഷേകന്മാരോട് ഒരു പ്രത്യേക കുറേ ദൂതുകൾ പറയാൻ കർത്താവിനെ ശക്തമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. പോകാൻ വേഗം നമുക്ക് സ്തോത്രം. ആ ഉത്തരവാദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവനാണ് ഉത്തരവാദിയെങ്കിൽ അതിനെ ബാക്കി ചെയ്യാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഉത്തരവാദിക്ക് മാത്രമുള്ള ചില പ്രത്യേകതകൾ എൻ്റെ കർത്താവിനുണ്ട്. വായിക്കാം മർക്കോസ് 6-ാം 45-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 45-ാമത്തെ വാക്യം വായിക്കാം. യെസ്. പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബത്സയിദയ്ക്ക് നേരെ മുന്നോട്ട് പോകുവാൻ നിർബന്ധിച്ചു. അവസാനം വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. അക്കരെ ബത്സയിദ, ഒറ്റ വാക്ക് അവസാനം വായിച്ച് നിർത്തിയത്. നിർബന്ധിച്ചു. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. നിർബന്ധിച്ചു. ഞാൻ പറയുന്നു, ആമേൻ, ഈ ഇരിക്കുന്ന അഭിഷക്തൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ ദാനിയൽ എന്നോടൊരു കാര്യം പറയും. എനിക്ക് സാഹചര്യം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന പിന്നീട് ഒരിക്കലാട്ടെ. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സ്തോത്രം ബ്ലസ്സൻ മാമിനോട് പറയും. അതാ പറയും, ശരി ഇനി വയ്ക്കാട്ടെ. പക്ഷേ ലിസിമാമോട് അങ്ങനല്ല. ലിസിമ പറയാണ്, അച്ഛാ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, തിരക്കൊക്കെ മാറ്റി വെക്ക്, നീ ചെയ്തേ പറ്റൂ. അദ്ദേഹം നിർബന്ധിക്കും. എന്തുകൊണ്ട്? അങ്ങളോട് ആരോടുമില്ലാത്തൊരു ബന്ധം ആ ദൈവദാസിനുള്ളത് കൊണ്ട്. ഇനി ഞാൻ ദൂത് പറയാം. കൃപയുള്ളവർ ആരാധിച്ചു. ദൈവം നിന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ആയൂരിൽ ആരോടുമില്ലാത്ത, തിരുവനന്തപുരത്ത് ആരോടുമില്ലാത്ത, ലോകത്തിൽ ആരോടുമില്ലാത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ചിലരൊക്കെ ദൈവം നമ്മെ നിർബന്ധിക്കുന്നത്. നിനക്ക് ഇഷ്ടമല്ലാതിരുന്നാലോ, ഒരുപക്ഷെ കഠിനമായി തോന്നിയാലോ, ചിലപ്പോൾ വേദനയായി തോന്നിയാലോ, ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അവൻ നിർബന്ധിക്കുമ്പോൾ ആരോടുമില്ലാത്തൊരു ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ആരാധന ഈ ചെറുമക്കൽ ഗ്രൗണ്ടിൽ ഒരു ആർപ്പായി മുഴങ്ങട്ടെ. നിന്നെ നിർബന്ധിക്കുമ്പോൾ കട്ടതകളിൽ, വേദനകളിൽ ഓടിപ്പോകണമെന്ന്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ, ഇല്ല നിന്നേ മതിയാകൂ എന്ന് പറഞ്ഞ നിർബന്ധിക്കുന്ന ഒരു ദൈവം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓർത്തോ, നിർബന്ധം. അതാ പൗലോസ് പറഞ്ഞത്, ആമേൻ, സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ആരെയും നിർബന്ധിക്കാത്ത ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്വത്രം പറഞ്ഞാട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടു. അമ്മ ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മർക്കോസ് 1:12 കിടക്കുന്നു, ആത്മാവ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലോട്ട് പോകാൻ നിർബന്ധിച്ചു. ഇതവരുടെ കുടുംബമായിട്ടുള്ള പരിപാടിയാണ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ പരിപാടിയുണ്ട്. എന്ത്? നിർബന്ധിക്കുന്ന പരിപാടി. സ്തോത്രം കൊടുക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 40 ദിവസം 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് യേശുവിനെ 40 ദിവസത്തേക്ക് നിർബന്ധിച്ചപ്പോൾ 38 വർഷത്തെ ശുശ്രൂഷയ്ക്ക് പൗലോസിനെ 3 സംവത്സരം മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അവൻ നിർബന്ധം കൂടുമ്പോൾ ഓർത്തോ, ശുശ്രൂഷ വലുതായിരിക്കും. അവൻ ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷ, നീണ്ട കാലയളവുകൾ, അവൻ അവധിയില്ലാത്ത നീണ്ട കാലയളവുകൾ എന്റെ പ്രാണനാഥന് വേണ്ടി ഈ വയലില്, ഈ മരുഭൂമിയില്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ 120 കൊല്ലം നിൽക്കേണ്ട മോശയെ 40 കൊല്ലം മരുഭൂമിയിൽ നിർബന്ധിച്ച് നിർത്തിയതിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രാത്രി അടുത്ത ദൂതിലേക്ക് കിടക്കാം. ആത്മാവ് യേശുവിനെ നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് പിശാചിനെ
എന്നേക്കുമായി എൻ്റെ കർത്താവിൻ്റെ പരാജയപ്പെടുത്തലിൻ്റെ ഒന്നാം ഘട്ടം തുടങ്ങിയത്. ഇന്ന് രാത്രി ചില നിർബന്ധത്താൽ ഇഷ്ടമല്ലാത്ത ചില മരുഭൂമി പോലുള്ള ചില വേദനാജനകമായ വഴികളിലൂടെ ഒരു ഭക്തൻ കടന്നു പോകുമ്പോൾ നിർബന്ധിച്ച് വിട്ടത് ആ ഉത്തരവാദിയാണെങ്കിൽ സ്തോത്രം പറയാൻ തുടങ്ങിക്കോ. ഇതിനെ നിർബന്ധിച്ച് അയച്ചത് ആ ഉത്തരവാദിയാണെങ്കിൽ ഒരു ജയം നിനക്കുണ്ട്. ആ ശുശ്രൂഷയിൽ ഒരു ജയം നിനക്കുണ്ടെന്ന് ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുമ്പോൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മശക്തിയോടെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഞാൻ അവിടെ ഒരു ചിന്ത പ്രയോജനമുള്ള ഒരു ചിന്ത കളയുന്നില്ല. ആമേൻ. അവിടെ പിശാചുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവിനോട് പറയുക, ആമേൻ, ഈ കല്ലപ്പമാക്കാമോ? യേശു അപ്പമാക്കിയില്ല. 2, ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടാമോ? യേശു ചാടിയില്ല. 3 പിശാച് പറയാണ്, എൻ്റെ കാലേ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ നിനക്ക് തരാം. എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ പിശാചിനോട്, ഒട്ട പിശാചെ, കല്ലപ്പമാക്കിയാൽ ഒരു രാജ്യവേല യേശുവിന് കൊടുക്കാൻ പറ്റായിരുന്നു? കൊടുക്കാമെന്ന് പറഞ്ഞില്ലവൻ. ഗോപുരത്തെ നിന്ന് ചാടിയാൽ ഇൻക്രെഡിബിളാണ്, സാഹസമാണ്, ആദ്യത്തെ മിറക്കിളാണ്. അവൻ മിറക്കിളും ഇൻക്രെഡിബിളും ഇത് രണ്ടിനും ഒരു രാജ്യമോ ഒരു സംസ്ഥാനം പോലും കൊടുക്കാമെന്ന് പറഞ്ഞില്ല. പക്ഷെ കാലേ വീണ് നമസ്കരിച്ചാൽ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിൽ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം പിശാചിന് മനസ്സിലായിട്ടുണ്ട്. അത്ഭുതത്തെക്കാൾ വില ആരാധനയ്ക്കാണ്. എത്ര പേർക്ക് അർത്ഥം മനസ്സിലായി? കല്ലപ്പമാകുന്നതിനേക്കാൾ, അവൻ ഗോപുരത്തിൽ നിന്ന് ചാടുന്നതിനേക്കാൾ, ഈ ഭൂലോകത്തിൻ്റെ മുഴുവൻ വിലയേക്കാൾ വലുതാണ് വീണ് നമസ്കരിക്കുന്നതെന്ന് തിരിച്ചറിവ് ഇന്ന് രാത്രി നമുക്കൊന്നുണ്ടാകട്ടെ. ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ഈ മഹായോഗത്തിൽ അത് വിളിച്ചു പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിന്റെ ആരാധനയ്ക്ക് വിലയുണ്ട്. കർത്താവിനെ സ്തുതിച്ചാട്. 4 സ്തോത്രം പറഞ്ഞിട്ട് പോകാനല്ല, വാ തുറക്ക്, കർത്താവിനെ ആരാധിക്ക്. ആരാധനയ്ക്ക് വിലയുണ്ട്. സന്തോഷത്തോടെ 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 ഹല്ലേലൂയ. അല്പം വേഗത്തിലേക്ക് പോയേ പറ്റുള്ളൂ. ആമേൻ. ഉത്തരവാദി എന്ന പദം, അതിന് തത്തുല്യമായ 3 പദങ്ങൾ ഞാൻ വേദപുസ്തകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് രാത്രി എടുക്കുക. അതിൽ ഒരെണ്ണത്തിലേക്ക് വരുന്നു. വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സ്തോത്രം. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗ്ഗത്തിലും, എന്റെ സാക്ഷി സ്വർഗ്ഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. അതാണ് വാക്യം. എന്റെ ജാമ്യക്കാരൻ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. അതവന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയാം, നാട്ടിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പരിചയമുള്ള ആളായിക്കോട്ടെ, ഒരു അത്യാവശ്യത്തിന് ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞാൽ പോകില്ല. ഒറ്റയാൾ പോകില്ല. പിന്നെ കർത്താവ് എന്തോ കൊണ്ടുകൊണ്ടാ കർത്താവ് ഈ കോടതിയിലോട്ട് വന്നേ. നിങ്ങളെ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഭൂമിയിലുണ്ടോ? എന്തോ കണ്ടിട്ടാ ജാമ്യം. അവൻ തന്നെയല്ല ഇവിടെ. അവൻ നമ്മളുടെ സ്വന്തം സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി, ആധാർ സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത്, ഇത്രയും കൊടുത്താലേ എന്ത് കിട്ടൂ? ജാമ്യം കിട്ടൂ. അമ്മ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും സ്ഥലമില്ല. മറ്റേ കരമടച്ച രസീത് എവിടുന്ന്? സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ജാമ്യമെടുത്തവൻ ആള് മോശമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരു രസകരമായ കാര്യം പറയാം നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന്. കേസ് നമ്മുടെ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിഞ്ഞോണ്ട് നമ്മുടെ കേസ് തീർന്നിട്ടില്ല, ജാമ്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഈ ജാമ്യം കിട്ടുന്ന ഒരു കാര്യം ഓർത്തോണം. ജാമ്യം എടുത്തവനും കോടതിയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ ഞാൻ ജാമ്യം എടുത്തിരിക്കുന്ന ഈ ആൾ ഇനി ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ ഉത്തരവാദി ജാമ്യക്കാരനാണ്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ അനേക ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു.
ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സർവശക്തൻ നമ്മുടെ ജാമ്യക്കാരനാണെന്ന് ഉറപ്പുള്ളവർ, നമ്മുടെ ഉത്തരവാദിയാണെന്ന് ഉറപ്പുള്ളവർ, നമ്മുടെ രക്ഷകനാണെന്ന് ഉറപ്പുള്ളവർ, നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും പക്ഷഭേദം ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് ഉറപ്പുള്ളവർ, എനിക്കൊരു ഉത്തരവാദിയുണ്ട്, എനിക്കൊരു ജാമ്യക്കാരനുണ്ട് എന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാണ് സന്തോഷത്തോടെ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇയ്യോബിനെ കുറിച്ച് പറയാൻ എനിക്ക് 1000 നാക്ക്. ആമേൻ. ഊസ്ദേശത്തെ മഹാൻ എന്ന് പറഞ്ഞാൽ the honorable and respectable person in the society. Hallelujah. ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം. 1 ശമൂവേൽ 9-ാമത്തെ വാക്യം പറയുന്നു, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. അടുത്ത വാക്യം അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അഭിഷക്തന്മാര് ഈ ആഴ്ച പറഞ്ഞാൽ അടുത്ത മാസത്തേക്കെങ്കിലും ഒക്കണം. ഒക്കാത്ത പറയരുത്. ആമേൻ. ഒക്കാത്ത പറയുന്നവൻ പാസ്റ്റർ അല്ലെന്നാണ്. ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, ആമേൻ, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് നിങ്ങളുടെ സ്തോത്രത്തെക്കാൾ നല്ല ശബ്ദം ഇവിടുന്ന കേൾക്കണം. ദൂത് ഇവിടാ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അപ്പോൾ ജനം പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാം. ഹല്ലേലൂയ. ജനം സഭയിലേക്ക് വരാൻ ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ആമേൻ, he was the honorable and respectable person in the society. ആമേൻ. അവൻ മാന്യനാണ്. രണ്ടാമത്തെ പ്രത്യേകത, അവൻ ഭക്തനാണ്. ഞാൻ പറയും, യു പഞ്ചഭക്തനാണ്. എന്തു ഭക്തനാ? പഞ്ചഭക്തൻ. പിശാചിന് ഭക്തൻ, ഭാര്യയ്ക്ക് ഭക്തൻ, നാട്ടുകാർക്ക് ഭക്തൻ, ആമേൻ, ദൈവത്തിന് ഭക്തൻ, എല്ലാവർക്കും ഭക്തൻ, പഞ്ചഭക്തൻ. ഹല്ലേലൂയ. ചില ആൾക്കാർ നാട്ടുകാരെ മുഴുവൻ ചിരിപ്പിക്കും, വീട്ടുകാരെ കരയിപ്പിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഓഫീസിൽ ചെന്ന പുള്ളി ഭയങ്കര തമാശാണ്, വീട്ടിൽ വന്ന ഭാര്യയോട് ഭയങ്കര വഴക്കാണ്. ആമേൻ. ഇങ്ങനെ പല സൈസ് ഭക്തി അല്ല വേണ്ടത്. ചില ഞായറാഴ്ച ഭക്തൻ, തിങ്കളാഴ്ച ബഹളം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാ പറയാ, എല്ലാ മേഖലയിലും, കുടുംബത്തിനകത്ത്, നാട്ടില്, ദേശത്ത് പിശാച് വരെ പറയാ, ഇയ്യോബ് വെറുതെയോ ഭക്തനായിരിക്കുന്നത്. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ പറഞ്ഞു പോകാൻ എനിക്ക് സമയമുള്ളത് കൊണ്ട് അല്പം വേഗത്തിൽ പോവാ. ഇയ്യോബിന്റെ പ്രത്യേകത: 1 ഊസ്ദേശത്തെ മഹാൻ, 2 ഭക്തൻ, 3 നേരുള്ളവൻ, 4 നിഷ്കളങ്കൻ, 5 ദോഷം വിട്ട് അകലുന്നവൻ. എത്ര ഗുണമായി? ആരിൽ എണ്ണിയായിരുന്നോ? 5 എണ്ണം. 6ാമത്തെ ഗുണം സമ്പന്നൻ. ഇന്നത്തെ പ്രശ്നം, ആദ്യത്തെ 5 ഉള്ളവൻ 6ാമത്തെ ഇല്ല, 6ാമത്തെ ഉള്ളവൻ ആദ്യത്തെ 5 ഇല്ല, 6 കൂടെ ഉള്ളവനെ കാണാനുമില്ല. ഹല്ലേലൂയ. ഒരു സന്തോഷ വാർത്ത പറയാൻ പോവാ. 6ാമത്തെ ഗുണമായ സമ്പന്നത, പ്രോസ്പിരിറ്റി, അതിനുവേണ്ടി ആരും കഷ്ടപ്പെടണ്ട. ആദ്യത്തെ 5 എണ്ണം കിട്ടാൻ കഷ്ടപ്പെടണം. ഒരു ഭക്തനാകാൻ നീ കഷ്ടപ്പെടണം. നീ കഷ്ടപ്പെട്ട് ആദ്യത്തെ 5 സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ 6ാമത്തെ ഫ്രീയാ. ലെവീസിന്റെ ഒക്കെ പരസ്യം കണ്ടുണ്ടോ? ഗെറ്റ് 1 ഫ്രീ. ആമേൻ. 2 പാൻറ് എടുത്താൽ 1 ഫ്രീ. ആമേൻ. തേപ്പ് വെട്ടി മേടിച്ചാൽ സോപ്പ് വെട്ടി ഫ്രീ. നീ ഭക്തനായി ജീവിച്ചാൽ സമ്പന്നത ഫ്രീ. നീ നേരുള്ളവനായി ജീവിച്ചാൽ, നീ നിഷ്കളങ്കനായി ജീവിച്ചാൽ, ആമേൻ, സമ്പന്നത, അനുഗ്രഹം, ഐശ്വര്യം ഫ്രീ. ഇതൊന്ന് ആമേൻ പറഞ്ഞ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും അനുഗ്രഹം കൊടുക്കുക, ഇത്രയും നന്മകൾ ഇയ്യോബിന്റെ ഭാഗത്തുണ്ടായപ്പോൾ തമ്പുരാൻ വിടുമോ? തമ്പുരാൻ ഇയ്യോബിനെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാര്, 7 ആൺപിള്ളാര്, ഒരു വേട്ട് പെണ്ണുംപിള്ള, ആമേ, അലവലാതി 3 കൂട്ടുകാര്, ആവശ്യം പോലെ വേലക്കാര്. നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന് എനിക്കറിയാം. വേട്ട് പെണ്ണുംപിള്ള എന്ന് പറഞ്ഞാലല്ലേ വിട്ടമാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ സത്യം പറഞ്ഞ അഭിഷേകത്തിന് ഒരുത്തർക്കൊന്നും തോന്നില്ലേ? എനിക്ക് ഇയ്യോബിൻ്റെ കഷ്ടപ്പാട് വായിച്ചപ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം ഒരു 10-20 പ്രാവശ്യം ഞാൻ വായിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഈ 10 ഒട്ടകത്തെ നിർത്തിച്ച് പെണ്ണുമ്പിള്ള തട്ടിയായിരുന്നു എനിക്ക് തന്നെ തോന്നി. കാരണം ഇങ്ങൾക്ക് സുഖമില്ലാന്ന് ഒട്ടകപ്പാലിൻ്റെ ചായ നല്ലതാണെന്ന് പറയുന്നത്. അറബികളൊക്കെ പറയുന്ന ഒട്ടകപ്പാലിൻ്റെ ചായ നല്ല. പുള്ളിക്ക് സുഖമില്ലാതെ ഇങ്ങനെ പരുവൊക്കെ ആയിട്ട് കിടക്കുമ്പോഴേ ഒട്ടകപ്പാലിൻ്റെ 10 ഒട്ടക, 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാർ, 7 ആൺപിള്ളാർ, ഈ പെണ്ണുംപിള്ള, 3 കൂട്ടുകാർ, ആവശ്യം പോലെ വേലക്കാർ. ഇത് മുഴുവനും കൊടുത്തു. പെണ്ണുമ്പിള്ള മാത്രം നിർത്തി. 32 കൊല്ലമായി ശുശ്രൂഷിക്കുന്നത്.
10,000-കണക്കിന് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഒരുപാട് അഭിഷക്തന്മാരുടെ പ്രസംഗം പോയിരുന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ശക്തന്മാരായ പ്രസംഗക്കാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇയ്യോബിൻ്റെ ഭാര്യയെ ദൈവം എന്തുകൊണ്ട് കൊന്നില്ലെന്ന് ഒരാൾ പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും ഒന്ന് പറയാമല്ലോ. ഇത്ര എണ്ണത്തിന് മുഴുവനും കൊടുങ്കാറ്റും കൽദയരും ഒക്കെ വന്ന് സകലം നശിപ്പിച്ച് പെണ്ണും പിള്ള എന്തിനു നിർത്തി ഈ സൈസിനെ? ഇത് ഒരാൾക്കൊന്ന് പ്രസംഗിച്ചുകൂടെ? നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് ആരും പ്രസംഗിക്കാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എനിക്കൊരു വെളിപ്പാട്. 2-3 കാരണങ്ങളല്ല, ഒരെണ്ണം, നേരുള്ളവനും നിഷ്കളങ്കനും ഭക്തനും വിശുദ്ധനുമായ ഇയ്യോബ് ഈ ഭാര്യ ദൈവം കൊന്നാൽ 2ാം കല്യാണം കഴിക്കണം. ആ കറോഫിൽ ഒരുപാട് പാസ്റ്റർമാർ കഴിച്ചേനെ. കാരണം നിഷ്കളങ്കനായ ഇയ്യോബിന് കഴിക്കാമെങ്കിൽ വാക്യമുണ്ടല്ലോ. നേരുള്ളവനായ ഇയ്യോബിന് കഴിക്കാമെങ്കിൽ എനിക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഈ കറോഫിൽ ഈ വാക്യം വെച്ചുകൊണ്ട് ഒരുപാടെണ്ണം കഴിച്ചേനെ. ഇതൊന്നുമില്ലാണ്ടിട്ട് 3-4 കഴിക്കുന്നു. അതുകൊണ്ട് തമ്പുരാൻ തീരുമാനിച്ചു, നാക്കിന് ദോഷമുണ്ടെങ്കിൽ ചേച്ചി തന്നെ നിൽക്കട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇങ്ങേ സൈഡിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങേ സൈഡിൽ വരാം. അച്ഛാമാരെ പ്രശ്നമുണ്ട്, നാക്കിന് ദോഷമുണ്ട് എങ്കിൽ ചേച്ചി തന്നെ നിൽക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇങ്ങേ സൈഡിൽ പറയാം എന്ന് വിചാരിച്ച് വായിത്തൊന്നും മുഴുവൻ പറയരുത്. കൃപയുള്ള ഭർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ഇയ്യോബിന്റെ ഭാര്യയെ ദൈവം കൊല്ലാതെ നിർത്തിയത് ഞാൻ ആദ്യം പറഞ്ഞ കാരണമൊന്നുമല്ല. അത് ഞാൻ നിങ്ങളോട് ഒരു അതിൻ്റെ ഒരു സന്തോഷത്തിൽ പറഞ്ഞതാ. പക്ഷെ തൻ്റെ വേദനയിൽ, തൻ്റെ കഷ്ടതയിൽ താനോ ദൈവത്തോട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് അവൾ ജീവനോട് ഇരുന്ന് കണ്ടിട്ട് അവളിലൊരു മാറ്റം വന്നിട്ട് ഇതേ ഭർത്താവിൻ്റെ 10 മക്കളെ അവൾ വീണ്ടും പ്രസവിക്കുക. അത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ വിഘടിച്ച് നിൽക്കുന്നിടത്ത് പിന്നിപ്പുള്ളിടത്ത് കർത്താവ് ഒന്ന് കൂട്ടിച്ചേർക്കലും കൂടായിരുന്നു. സ്വത്രം. ആമേൻ. ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന കഷ്ടതയുടെ മധ്യത്തിൽ ഇവളതെല്ലാം കണ്ട് ആ വേദനയിൽ ഇന്ന് രാത്രി അതിനോട് ചേർത്തൊരു ദൂത് പറയാനുണ്ട്. രക്ഷിക്കപ്പെട്ട കൃപ പ്രാപിച്ച നമ്മെ കണ്ടിട്ട് വേണം നമ്മുടെ കുടുംബത്തിലുള്ള രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടാൻ. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? കൃപ പ്രാപിച്ച ഞാനാണ് അവരുടെ മാതൃക. ഇന്ന് രാത്രി കാലം നീ സുവിശേഷം പറഞ്ഞിട്ടല്ല നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണ്ടേ. രക്ഷിക്കപ്പെട്ട നിന്നെ കണ്ടിട്ട്, നിന്റെ സ്വഭാവം കണ്ടിട്ട്, നീ പ്രസംഗിച്ചിട്ടല്ല വരേണ്ടത്, നിന്റെ ജീവിതം കണ്ടിട്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 1 അധ്യായത്തിന് 9-ാമത്തെ വാക്യം. അവൻ സർവശക്തനായ ദൈവത്തോട് പിശാച് പറയാം, നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും വേലി കെട്ടിയിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ ലോകം ഒരുപക്ഷെ നിന്നെ ഭ്രാന്തനെന്ന് വിളിച്ചേക്കാം. അവൻ അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്യുന്ന നിനക്ക് ഒരു പ്രതിഫലമില്ലാതല്ല, ഒരു ഉത്തരവാദിയുണ്ട്. അവൻ്റെ പ്രത്യേകത, അവൻ നിന്നെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ഉത്തരവാദി. ഇന്ന് രാത്രി മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. തമ്പുരാന്റെ വചനം എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട അഭിഷക്തനെ, നിനക്ക് വേലിയുണ്ട്, നിന്റെ മക്കൾക്ക് വേലിയുണ്ട്, നിന്റെ കുടുംബത്തിന് വേലിയുണ്ട്. പൊതുവില് ജനം പറയുന്നൊരു വാക്കുണ്ട്, കുഞ്ഞുങ്ങൾ കോളേജിലോട്ട് പോകുമ്പം നെഞ്ചിനകത്ത് 5 കൊട്ട തീയ. അവൻ രക്ഷിക്കപ്പെടാത്തൊക്കെ പോകുമ്പോൾ പിന്നെ എങ്ങനെ തീ വരാതിരിക്കും? എന്നാ ഞാൻ പറയാം, എൻ്റെ മക്കളെ ഇരുത്തിക്കൊണ്ട് 6 കൊല്ലം എൻ്റെ മോള് വേറൊരു രാജ്യത്തായിരുന്നു. എൻ്റെ നെഞ്ചിനകത്ത് 1 കൊട്ട തീയുമില്ലായിരുന്നു. ആമേൻ. അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യത്തില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് വേവലാതിയില്ല, കാരണം അവർക്ക് വേലിയുണ്ടെന്ന് എനിക്കറിയാം.
ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആ ദൂത് എന്നോടാന്ന് പറഞ്ഞ് ഒന്ന് ഏറ്റെടുക്കാൻ അതിനകത്ത് ആരുണ്ട്? പ്രവചന ദൂതായിട്ട് ഏറ്റെടുക്കാൻ. ഈ ദൂത് ലോകത്തിൽ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന നിന്റെ തലമുറ എവിടെ പഠിക്കുന്നു, ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഏത് രാജ്യത്ത്, നീ വേവലാതിപ്പെടണ്ട. നീ ഭക്തനാണെങ്കിൽ, അപ്പൻ ഭക്തനാണെങ്കിൽ, അപ്പൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, തൻ്റെ തലമുറയ്ക്ക് വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ഉത്തരവാദിയെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്താം. നിനക്കുള്ളതിന് വേലി കെട്ടി സൂക്ഷിക്കുന്ന, നിന്റെ നന്മയ്ക്ക് വേലി കെട്ടി സൂക്ഷിക്കുന്ന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് ആമേൻ ആമേൻ സ്നേഹവും ആമേൻ അതിനകത്ത് ഐക്യതയും സന്തോഷവും ഉണ്ടാകാൻ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്തായിയുടെ സുവിശേഷം പറഞ്ഞ് പഠിപ്പിക്കണ്ട, ജീവിച്ച് കാണിച്ചാൽ മതി. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി. എൻ്റെ ചോദ്യം, മുന്തിരിയിൽ ഏറ്റവും വിലയുള്ളത് വള്ളിയാണ്. മുന്തിരിയിൽ ഏറ്റവും വിലയുള്ളത് വള്ളിയാണ്. കടിച്ചാൽ വല്ല ടേസ്റ്റും ഉണ്ടോ വള്ളിക്ക്? പിന്നെ എന്തിനീ ഭാര്യ വള്ളിയോട് ഒന്നിച്ചു? അതേ മുന്തിരിപ്പഴം ആവശ്യം പോലെ കിടക്കല്ലേ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് മുന്തിരിപ്പഴം പോലെ എന്ന് പറഞ്ഞാൽ പോരെ? കേൾക്കാൻ രസമുണ്ട്, തിന്നാൻ രസമുണ്ട്. പക്ഷെ ദൈവത്തിനറിയാം, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കുരുവും തൊലിയും തുപ്പും. നമ്മൾ ആരാ പിള്ളേരെ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മുന്തിരിപ്പഴം പോലെ വേണ്ട, വള്ളി പോലെ കിടക്കട്ടെ. അതെന്തിനു? ചുറ്റിക്കിടക്കട്ടെ. എനിക്കറിയാം, എപ്പോൾ ചുറ്റിന്ന് ചോദിച്ചാൽ മതി മാസ്റ്റർ. എൻ്റെ സങ്കടം അതല്ല. ഒരു വള്ളി ചുറ്റിയിട്ട് ഇത്രയും പാടാണെങ്കിൽ 3-4 വള്ളി ചുറ്റി അവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാത്രി യൂണിറ്റി ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് കുടുംബത്തിനകത്താ. സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചാട്ടെ. ഈ യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അടുത്ത സമയത്ത് വായിച്ച ഒരു നല്ല ചിന്ത എനിക്ക് വന്നത്, ഈ സംഖ്യകളിൽ വെച്ച് ഏറ്റവും വലുത് 9. ഏതാ? 9. ഈ 9 ഒരു അഹങ്കാരിയാണെന്നാണ് പൊതുവെ ഒരു പറച്ചിൽ. 999, 9000 എന്നൊക്കെ പറയുമ്പം ആ വാക്കിൽ തന്നെ, ഫിഗറിൽ തന്നെ ഒരു അഹങ്കാരമുണ്ട്. 8 പുള്ളി ഇടയ്ക്കൊക്കെ അടിക്കുമെന്നാണ് കഥ പറയുന്നത്. 8ന്റെ നടുവ് ചളുങ്ങിയിരിക്കുന്നുണ്ടോ? സെന്റർ 9 ചവിട്ടിയതാന്നാ പറയുന്നത്. അറിയത്തില്ല, ഈ 8 തിരിച്ച് 9 തല്ലാൻ പറ്റാത്തതുകൊണ്ട് 7 തല്ലും പോലും. അങ്ങനെ പുറകോട്ട് തല്ലി തല്ലി എല്ലാവരും തല്ലുന്നത് 1. അതാണ്ട് 1 എന്ത് കഴിച്ചാലും നന്നാവില്ല, ഭയങ്കര ക്ഷീണമാണ്, മെലിഞ്ഞ് കണ്ടിട്ടില്ല. 1 ഭയങ്കര സങ്കടമാണ്, എപ്പോഴും കരച്ചില. അപ്പോൾ ഒരിക്കൽ 0 1 ചോദിച്ചെന്നാ പറയുന്നത്. 1 നിനക്കെന്നാ ഇത്ര ക്ഷീണം? 1 പറഞ്ഞു, എന്തോ പറയാനാ, എല്ലാ നിന്നയും എല്ലാ ഉപദ്രവം എനിക്കാ. 0 പറഞ്ഞു, നീ ചെറുതാ, അതെനിക്കറിയാം, ഞാൻ 0, നിന്റെ വില പോലും എനിക്കില്ല. പക്ഷെ ഞാനൊരു സീക്രട്ട് പറയാം, നമ്മൾ 2 കൂടി ഒന്നിച്ച് നിന്ന 9 തോപ്പിക്കാം. അന്നാ 10 ഉണ്ടായേ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ എക്സാമ്പിള് ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പം, യോഗമെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പം ഒരു ഭാര്യയും ഭർത്താവാൻ തോന്നുന്നു, 2 പേരും നിൽക്കുക. അവസാനം ഒന്നാ സംഘാടകർ ചോദിച്ചു, എന്നാ അത് പാസ്റ്റർ കെ എബ്രാമൻ, പാസ്റ്ററെ കാണാനാണ്. ഞാൻ ചോദിച്ചെന്താ പാസ്റ്റർ, ഇന്നത്തെ പ്രസംഗം ഞങ്ങൾ ഏറ്റെടുത്തു, ഭാര്യ ഭർത്താവ് ചെറിയ പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇന്ന് 10 ഞങ്ങൾ ഇന്ന് എന്തായി? 10. അപ്പം ഞാൻ 2 പേരെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ കുടുംബത്തെ അനുഗ്രഹിക്കണം, നന്മ നൽകണം. എന്നിട്ടും ഇവർ പോകുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം അപ്പം ഞാൻ പറഞ്ഞു, പോവല്ലേ? അല്ല, ഒരു സംശയം ചോദിക്കാനാണ് മനസ്സിലായി. ഞങ്ങളിന്ന് 10, ഞങ്ങളിൽ ആരാ 0? ഇതൊന്നും നന്നാകുകയല്ല. വഴക്കെല്ലാം തീർന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് അറിയേണ്ടത് ഇതിൽ ആരാ 0 എന്നുള്ളതാണ്. അമ്മ ഞാൻ പറഞ്ഞു, രാജ്ഞി ഓഫീർ തങ്കമണി എവിടെ നിൽക്കുന്നു? വലത്ത് ഭാഗത്ത് നിൽക്കും. അതുകൊണ്ട് 0 ആണെന്ന് തോന്നുമ്പം വലത്ത് സൈഡിൽ കയറി നിന്നോണം.
വലത്തുഭാഗത്ത് കിടക്കുന്ന പൂജ്യത്തിന് എപ്പോഴും വിലയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ഇടത്തുവശത്ത് പോയി നിൽക്കരുത്, പൂജ്യത്തിന് വില കാണുകയില്ല. എപ്പോൾ തോന്നുന്നോ വലത്ത് കയറി നിന്നോണം. സ്തോത്രം. കരമടിച്ച് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് സന്തോഷിക്കേണ്ട ഇന്ന് രാത്രി. ആ ദൂതിലേക്ക് ഞാൻ പോവാ. ഇയ്യോബേ, ഇത്രയും പ്രശ്നങ്ങൾ നിനക്കുണ്ട്, ഇതെല്ലാം നിനക്കുണ്ടെങ്കിലും നിനക്കെന്താ ഇത്ര സന്തോഷം? നിന്റെ ശരീരം മുഴുവൻ വ്രണം വന്നിട്ട് പുഴുക്കൾ എഴുന്നേറ്റ് നൃത്തം ചെയ്യുമ്പോൾ ചൂട് ചാരം വാരി വ്രണത്തിനകത്തിട്ടിട്ട് അതിൻ്റെ ഇച്ചിങ്, അതിൻ്റെ ചൊറിച്ചിൽ മാറാതെ, അതിൻ്റെ വേദന മാറാതെ ഓട്ട് കഷണം കൊണ്ട് പുഴുക്കളെ തോണ്ടിയെറിയുമ്പോഴും നിനക്കെന്താ പ്രത്യേകത? അവൻ പറയും, എനിക്ക് ഉത്തരവാദിയുണ്ട്. എന്നെ നിർബന്ധിച്ച ഈ പിശാചിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്ത എൻ്റെ ഉത്തരവാദി. ഒരു ദൂതി ഞാൻ പറയാം. കൃപയുള്ളവർ എൻ്റെ കൂടെ നിന്നാട്ടെ. ചെറുവക്കൽ ദേശത്ത്, ആയൂരിൽ, കേരളത്തിൽ ദൈവം ആരെന്ന് തെളിയിക്കാൻ ദൈവം നേരിട്ടിറങ്ങി വരില്ല. അവൻ ഇയ്യോബുമാരെ പിശാചിന്റെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ടാണ് എൻ്റെ ദൈവം ആരെന്ന് തെളിയിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് പിശാചിന്റെ കയ്യിൽ ഇട്ടുകൊടുത്താലും ദൈവനാമത്തെ ദുഷിക്കാത്ത ഇയ്യോബുമാർക്കായി സന്തോഷത്തോടെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. ഏത് പ്രതിസന്ധിയിലും എന്റെ തമ്പുരാന് വേണ്ടി നിൽക്കുന്ന അവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് വാക്യം. അവൻ ഇയ്യോബ് പറയാണ്, ഞാൻ ദേഹസഹിതനെ അവനെ കാണും, അവൻ എന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും. എൻ്റെ ജാമ്യക്കാരൻ. പോസിറ്റീവാണെന്നുള്ള വാക്ക്. നമുക്കിന്ന് രാത്രി എൻ്റെ രഹസ്യം ഒന്ന് അറിയണം. ചെറുവക്കൽക്കാർക്ക് ഇന്ന് ലാസ്റ്റ് പോകുമ്പോൾ ഒന്ന് ആരാധിച്ചിട്ട് വേണം പോകാൻ. റെഡിയാണോ നിങ്ങൾ? വായിക്ക് 19:25. ഇയ്യോബ് 19:25. യെസ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. മതി, അണ്ടർലൈൻ. ബാക്കി വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചോ. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. എനിക്ക് ആ വാക്കാ ഇഷ്ടപ്പെട്ടത്. അവിടെ ഞാൻ നിൽക്കാൻ പോവാ. ഇന്ന് രാത്രി പിശാചേ, നീ എന്നെ ഏത് പുഴുവിനകത്ത് കൊണ്ടിട്ടാലും ഏത് വ്രണമിട്ടാലും അതെൻ്റെ തൊലിപ്പുറത്തേ കയറത്തുള്ളൂ. ഈ എൻ്റെ ദർശനത്തിനകത്ത് പുഴു കയറത്തില്ല. കൃപയുള്ളവർ ആരാധിക്കുന്ന രാത്രി. കൃപയുള്ളവർ ആരാധിക്കുക. എൻ്റെ സ്വപ്നത്തില്, എൻ്റെ വിശ്വാസത്തില്, എൻ്റെ വിശുദ്ധിക്കകത്ത് പുഴു കയറാൻ ദൈവം അനുവദിക്കില്ല. എൻ്റെ ത്വക്കയിലാണ് കിടന്ന് കളിക്കുന്നത്. തൂത് പറയാം. വാട്സാപ്പിനകത്തൂടെ ഏത് മെസ്സേജ് വന്നാലും നിന്റെ തൊലിപ്പുറത്തൂടെ പൊക്കോണം. യൂട്യൂബിനകത്ത് നിനക്ക് വിരോധമായി ഏത് വ്യക്തി എഴുതിയാലും തൊലിപ്പുറത്തൂടെ പോകത്തുള്ളൂ. ഇതൊന്നും എൻ്റെ അകത്തോട്ട് കയറത്തില്ല. വരട്ടെ ഫേസ്ബുക്കിലെ വാർത്തകൾ, വരട്ടെ വാട്സാപ്പുകൾ, വരട്ടെ യൂട്യൂബുകൾ, അതൊരു ഭക്തന്റെ തൊലിപ്പുറത്തൂടല്ലാതെ അവന്റെ ദർശനത്തിനകത്ത് അത് കയറത്തില്ലെന്ന് പറഞ്ഞാൽ ആരുണ്ടെന്ന് രാത്രി കരമടിച്ചാഘോഷിക്കാൻ. ആമേൻ. വിശ്വാസത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി, അഭിഷക്തന്മാർക്ക് വിരോധമായി എഴുതിക്കൂട്ടുന്നവർ, വാരിക്കൂട്ടുന്നവർ, പറഞ്ഞുകൂട്ടുന്നവർ, കാട്ടിക്കൂട്ടുന്ന ഏതുമാകട്ടെ, ഇന്ന് രാത്രി ഇയ്യോബ് പറഞ്ഞ വാക്ക് പറ. അതെന്റെ തൊലിയുടെ പുറത്തൂടെ പോകത്തുള്ളൂ, അതെന്റെ അകത്തോട്ട് കയറത്തില്ലെന്ന് ഇന്ന് രാത്രി ആ ദൂതം ഏറ്റെടുക്കാൻ നിന്ന് വരട്ടെ. പരിഹാസം വരട്ടെ. വിശുദ്ധന് വിരോധമായി നുണ. ലോകത്തിലെ ഏറ്റവും വലിയ നുണ അറിയാതെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആമേൻ, ആമേൻ, സ്തോത്രം. എനിക്കറിയാം നിങ്ങളാരും നുണ പറയാത്തവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നുണ ഏതാണ്? കാശ് കൊടുത്ത് പറയിപ്പിച്ച നുണ. എടുക്കാൻ സന്ദർഭോചിതമായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാം. മത്തായി 28:12 വാക്യം. മത്തായി 28:12. ലോകത്തിലെ ഏറ്റവും വലിയ നുണ. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. ലോകത്തിലെ ഏറ്റവും വലിയ നുണ. ആമേൻ. ഇതിന്റെ പിൻപിൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇന്നൊക്കെ നമ്മൾ നുണ പറയുന്നത് ഫാമിലിയായിട്ട് നുണ പറയുന്നവരുണ്ട്, ഭാര്യ ഭർത്താവ് മാത്രം നുണ പറയുന്നവരുണ്ട്, പിന്നെ അത്യാവശ്യം ചില
കമ്മിറ്റി കൂടി നുണ പറയുന്നവരുണ്ട്. എന്നാലും രാജ്യം ഗവൺമെന്റ് അറിഞ്ഞു നുണ പറയുന്നവരുണ്ട്. ലോക ചരിത്രത്തിൽ ഗവൺമെന്റും പിശാചും മതവും, അന്നത്തെ ഓർത്തഡോക്സ് മതമായ യഹൂദ മതം ഉൾപ്പെടെ ഈ നുണ ഉണ്ടായി. പക്ഷേ കൃപയുള്ളവനെതിരായിട്ട് നുണ പറഞ്ഞാൽ ജയിക്കത്തില്ല. നുണയ്ക്കകത്തൊരു നുണ കാണും. ആരാ വാക്യം വായിക്കുന്നു? ഒരു 2 മിനിറ്റ് ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് ഒരു പട്ടാളക്കാരനായിട്ട് ഒന്ന് സംസാരിക്കാമോ? 2 മിനിറ്റ്. ഈ നുണയൊന്ന് പൊളിച്ചു കൊടുക്കാനാണ് നമ്മളുടെ മുമ്പ്. ഓക്കെ, ഞാൻ ചോദിക്കാം, സാറ് പട്ടാളത്തിലാണോ ജോലി എന്ന് പറഞ്ഞു. ആ കല്ലറയുടെ വാതക കാവലായിരുന്നല്ലേ? സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ആ നുണയൊക്കെ പറഞ്ഞാൽ മതി. രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ ഉറങ്ങിയായിരുന്നു. ഉറങ്ങുമ്പോൾ കണ്ണു കാണാവോ? കണ്ണു കാണത്തില്ല. പിന്നെ എങ്ങനെ കണ്ടു? പൊളിഞ്ഞോ? ഭക്തനെതിരായി നുണ പറഞ്ഞാൽ നിലനിൽക്കില്ല. നുണയ്ക്കകത്ത് നുണ. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. സാറിന് കല്ലറയ്ക്കലായിരുന്നു ജോലി, ഉറങ്ങായിരുന്നല്ലേ? ഉറങ്ങായിരുന്നു. രാത്രി ജോലി സമയത്ത് ഉറങ്ങി നിങ്ങൾ പിരിച്ചുകൊണ്ടിരിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ആമേൻ. നുണയും പറഞ്ഞ് ജോലി പോയി. ഇതാ നുണയ്ക്കകത്ത് നടന്നത്. നമ്മൾ രണ്ടും കൂടെ അങ്ങ് തെളിയിച്ച സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്ന അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ, പരിഹസിക്കപ്പെടുന്നവരോട് ഇന്ന് രാത്രി ഹൃദയം ബലപ്പെടുന്ന ഒരു ദൂതി ഞാൻ പറയാ, നിലനിൽക്കില്ല. പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവന് വിരോധമായി വരുന്ന അവന്റെ ദർശനത്തിനെതിരായിട്ട് ഒന്നും നടക്കില്ല. അത് മുഴുവൻ തൊലിപ്പുറത്തൂടെ പോകത്തേ ഉള്ളൂ. അത് നിന്റെ ദർശനത്തിനകത്ത് കയറില്ല. ഇന്ന് രാത്രി നന്ദിയോടെ അവൻ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. അവൻ അടുത്ത വാക്കിലേക്ക് ഞാൻ കിടക്കുന്നു. ഉത്തരവാദി എന്നുള്ളതിന് വേദപുസ്തകത്തിലെ ആധികാരികമായ മറ്റൊരു പദം വായിക്കാം. യെശയ്യാവ് 38:14. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി. എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ഹിസ്കിയാവ് എന്ന രാജാവ് ഭിത്തിയോട് മുഖം ചേർത്ത് നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകത്തിലെ ഒരു സെന്റൻസാ, പ്രാവ് പോലെ ഞാൻ കുറുകി, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, യഹോവേ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് ഇട നിൽക്കണമേ. എന്തോ നിൽക്കണം? ഇട നിൽക്കണമേ. എനിക്കൊരു ഇടനിലക്കാരൻ വേണം. ശബ്ദ താരാവലി എടുത്തു. അമേൻ. പന്മന്റെ നാനാർത്ഥവും ത്വയാർത്ഥവും അക്ഷരാർത്ഥവും ആന്തരാർത്ഥവും വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും മൊത്തം അർത്ഥം എടുത്ത് പഠിച്ചു. ഒരു പദം എനിക്ക് കിട്ടി, ഇടനിലക്കാരെന്നുള്ളത്. തരകൻ. തരകൻ ഒരു ജാതിപ്പേരല്ല, അതൊരു സ്ഥാനപ്പേരാ. അടൂരുള്ളവർക്കറിയാം, ചുറ്റുണ്ടെങ്കിൽ കുഞ്ഞുകോശി തരകൻ. എൻ്റെ അപ്പൻ്റെ കുടുംബമാണ്. അവൻ തരകൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പിടിക്കാത്തവൻ, പക്ഷം ചേരാത്തവൻ, കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും കൂടെ നിൽക്കാത്തവൻ, നീളം കുറഞ്ഞവൻ്റെ കൂടിയവൻ്റെ കൂടെ നിൽക്കാത്തവൻ, പണം നോക്കി നിൽക്കാത്തവൻ, സമ്പത്ത് നോക്കി നിൽക്കാത്തവൻ, നമ്പാൻ കൊള്ളാവുന്നവൻ, വിശ്വസ്തൻ. ആമേൻ. നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ തരകന്മാർ കരിങ്കുരങ്ങനെ വംശനാശം വരുന്നത് പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12-ാം സങ്കീർത്തനം മുതലേ പറഞ്ഞു, യഹോവേ തരകന്മാർ കുറയുന്നു. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് തരകന്മാരെ ആവശ്യമുണ്ട്. സഭകളിൽ പക്ഷം പിടിക്കാത്തവർ, ഗ്രൂപ്പിസം ഉണ്ടാക്കാത്തവർ, നിറം നോക്കാത്തവർ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവർ, വലിയവന്റെയും ചെറിയവന്റെയും കാര്യം ഒരുപോലെ കേൾക്കുന്ന തരകന്മാരെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് ചെന്ന് പറഞ്ഞു, നീ മരിച്ചു. ആമേൻ. ഈ വാക്കുകൾ ഭയങ്കര ശക്തിയാണ്. ചില ആൾക്കാരൊക്കെ പറഞ്ഞത് എന്നാ പറഞ്ഞാലും എനിക്കൊന്നും പേടിയില്ല, എന്നെ ആരെന്നാ പറഞ്ഞാലും എനിക്കും സാരമില്ല. അതൊക്കെ ശരിയാണ്, ഞാനും സമ്മതിച്ചു. ഒരു ആത്മീയൻ അങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നിങ്ങളുടെ കോളിംഗ് ബെല്ലിൽ ആരോ അടിക്കുന്നു. നിങ്ങൾ ചെന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നായിരിക്കും. രാവിലെ എഴുന്നേറ്റു 7 മണിയായി ചെന്ന് കഥവ് തുറന്നപ്പോൾ പരിചയമില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ നമ്മുടെ മുഖത്ത് പറഞ്ഞു, നീ നന്നാകില്ലടാ, നീ കുടം പിടിക്കില്ല, നിന്റെ സന്തതി നശിച്ചു പോകും, നിന്റെ നെഞ്ചത്ത് വെള്ളിടി വെട്ടട്ടെ, നിന്റെ വീട് മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ കുറെ പറഞ്ഞിട്ട് അയാൾ പോയി. ആരെന്നും അറിയത്തില്ല. അത് വല്ലതും നമുക്ക് കേൾക്കുമോ? പറ, ആ പറഞ്ഞ വല്ലതും നമുക്ക് കേൾക്കുമോ? പക്ഷെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഇറങ്ങും. അന്ന് നമുക്ക് കേൾക്കുക ശരിയാ, പക്ഷെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങുകയല്ല. ഭാര്യയോട് പറയും, എന്നാലും അവൻ ആരാ സാധനം, ഒരു പരിചയമില്ലാത്ത രാവിലെ ഒന്ന് ഇത്രയും വൃത്തികൾ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോട് പറഞ്ഞാലും നിന്റെ വാക്കുകൾ അത് ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, വേദന വരുന്ന വാക്ക് ഇന്നു മുതൽ ഞാൻ പറയില്ലെന്ന് പറ. വേദനിപ്പിക്കുന്ന വാക്കുകൾ ഇന്നു മുതൽ ഞാൻ പറയില്ലെന്ന് പറ. ഇതൊക്കെ കൺവെൻഷനിലെ ശക്തമായ തീരുമാനങ്ങളാ. വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല. പക്ഷേ ദൈവം പറഞ്ഞാൽ, സ്വത്രം പറഞ്ഞാട്ടെ, ഏത് വ്യക്തിയോടും ചങ്കൂറ്റത്തോടെ പറഞ്ഞ ആലോചനയിൽ വെള്ളം ചേർക്കാതെ പറയുന്നവരാണ് പ്രവാചകൻ. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രവാചകൻ എന്ന വിഷയത്തിൽ അഗ്ര കണ്ണിന് എനിക്ക് വേദപുസ്തകത്തിൽ യെഹെസ്കേലിനെയാണ് ഏറ്റവും ഇഷ്ടം. അവൻ കേബാർ നദിയുടെ തീരത്ത് താൻ ഇരിക്കുമ്പോൾ പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പറയുന്നത് ദൈവത്തോട് പറയുന്ന ആളാണ് പുരോഹിതൻ. കർത്താവ് പറഞ്ഞു നദിയിലോട്ട് ഇറങ്ങിക്കോളാം. അവൻ യെഹെസ്കേലിനോട് പറഞ്ഞു നദിയിലോട്ട് ഇറങ്ങിക്കോ. യെഹെസ്കേൽ നദിയിലോട്ട് ഇറങ്ങി. ഹല്ലേലൂയ. നദിയിൽ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ, കരയ്ക്കിരുന്ന പുരോഹിതൻ. നദിയിൽ ഇറങ്ങിയപ്പോഴോ ദൈവം പറയുന്നു, മനുഷ്യരോട് പറയുന്നവനായി മാറി. ഇന്ന് രാത്രി നമ്മളെല്ലാം നദിക്കകത്താണ്. സ്തോത്രം. എല്ലാവരും ദൈവത്തോട് സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തെ സ്തുതിച്ചാൽ ആത്മാവിൻ്റെ നദിക്കകത്ത് ആമേൻ യെഹെസ്കേൽ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. സ്തോത്രം. കൃപയുള്ളവൻ ആത്മാവിൻ്റെ നദിക്കകത്തോടെ നടക്കാൻ തുടങ്ങിയപ്പോൾ പുറകിനൊരാൾ അളക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞോട് നാട്ടെ. ഇന്ന് രാത്രി ആത്മാവിൻ്റെ നദിക്കകത്താണോ നിന്നെ അളക്കാൻ ചിലർ കാണും. ഓ, കൃപയുള്ള ദൈവത്തെ സൂചിച്ചാട്ടെ. ഇന്ന് രാത്രി നദിക്കകത്താണെങ്കിൽ അളക്കാൻ ചിലർ കാണും. പക്ഷെ ഒരു ദൂത് പറഞ്ഞ് ഞാൻ മുമ്പോട്ടങ്ങ് പോകാം. അളക്കുന്നവർ അളന്നോട്ടെ. അളന്നവനുമായിട്ട് സംഭാഷണം വേണ്ട, അളക്കുന്നവനുമായിട്ട് കോംപ്രമൈസും വേണ്ട, ഡിസ്പ്യൂട്ട് വേണ്ട, കോൺട്രവേഴ്സി വേണ്ട. നീ വെള്ളത്തിലോട്ട് പോയാൽ മതി. നരിയാണിയോളമായപ്പോൾ അവൻ ബാക്കി അളന്നു, മുട്ടോളമായപ്പോൾ അവൻ ബാക്കി അളന്നു. എന്നാൽ നീ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവൻ അളക്കാനില്ലാത്തതുകൊണ്ട് ചരടും കൊണ്ട് വീട്ടിൽ പോയി. പ്രൈസലോ. ഇന്ന് രാത്രി നീ ആത്മാവിന്റെ നദിക്കകത്ത് മുഴുവനായിട്ട് ഇറങ്ങാമെങ്കിൽ അളക്കുന്നവന്റെ ചരട് നിനക്ക് അളക്കാൻ കഴിയാതെ അവൻ ചരടിട്ടിട്ട് പോകും. സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രവാചകൻ, ഭക്തൻ, ദൈവം പറയുന്നതിൽ വെള്ളം ചേർക്കാത്തവൻ. സ്തോത്രം, സ്തോത്രം. ഹിസ്കിയാവിനോട് ചെന്ന് പറഞ്ഞു, നീ മരിച്ചു പോവും. അതിനു മുമ്പ് ഗ്രഹകാര്യം ശരിയാക്കിയോളാൻ പറഞ്ഞു. ആമേൻ. സാധാരണക്കാര് ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തെ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ ഗ്രഹകാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല. ആമേൻ. കുഞ്ഞാടിന്റെ കാന്ത ഒരു പെണ്ണാടാന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. പ്രൈസ്. ആമേൻ. ഇത് രാത്രി പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ബൈബിൾ വായിക്കുന്ന, ആമേൻ, വചനം പറയുന്ന, വചനം അറിയുന്ന ഒരു ഭക്തന് മനസ്സിലാകും ഗ്രഹകാര്യമെന്ന് പറഞ്ഞത് ബാങ്ക് ഡിപ്പോസിറ്റും ചെക്ക് ബുക്കിന്റെ കാര്യമല്ല, എൻ്റെ ജീവിതമാണ്. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവാത്മാ പറയാ, നീ മരിച്ചു പോകും, അല്ലെങ്കിൽ കർത്താവ് വരും ഗ്രഹകാര്യം ശരിയാക്കിക്കോളാൻ. ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെ പ്രാണനാഥന്റെ വരവ്. അതുകൊണ്ട് ഗ്രഹകാര്യം ശരിയാക്കിക്കോളാൻ. ആമേൻ. സമയമില്ല. ഹിസ്കിയാവ് ഭിത്തിയോട് മുഖം ചേർത്തു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു ഇടനിലക്കാരൻ വേണം. ഈ ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാലും ഇടനിലക്കാരായിട്ട് പോകും. നമ്മൾ സഭയിലുള്ളവരാണെങ്കിലും പോകും. ആമേൻ. വിഷയം സാമ്പത്തിക ഇടപാടാണെങ്കിൽ പോകാം. ആമേൻ. സ്ഥലത്തിൻ്റെ ഇടപാടാണെങ്കിൽ നമുക്ക് അളന്ന് അതിര് കുറിക്കാം. ആമേൻ. വിശ്വാസികൾ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ അതിനൊക്കെ ഇടനിലക്കാരാണ് നിൽക്കാം. പക്ഷേ ഹിസ്കിയാവിനോട് ചോദിച്ചേ, ഹിസ്കിയാവേ, ഇടനിലക്കാരൻ വരാൻ തയ്യാറാ, പക്ഷേ ഈ എതിർകക്ഷി ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് നീയാ ഹിസ്കിയാവാ, എതിർകക്ഷി മരണവാ. ആമേൻ. മരണത്തിനും ഹിസ്കിയാവിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന
ഒരാളെയാണ് വേണ്ടത്. ആമേൻ. ഒരു ഡോക്ടറെ പല ഡോക്ടർമാരെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ ആമേൻ സ്തോത്രം, അവർക്കത് സന്തോഷമാകത്തുള്ളൂ. ആമേൻ. BSc, MBBS, FRCS, MRCP, MS, MD ഇത്രയൊക്കെ പഠിത്തം ഉണ്ടെങ്കിലും ഡോക്ടർമാരെല്ലാം അവസാനം പറയുന്നൊരു വാക്കുണ്ട്, കൊണ്ടുവെക്കൂ. എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് കൊടുത്തു. അപ്പം കേൾക്കുന്നവർ വിചാരിക്കും ചവച്ച് തിന്നാനുള്ള സുഖമായെന്ന്. സുഖമായോ? അതുകൊണ്ടല്ല, ഇനി അധികം നാൾ തിന്നുകയല്ല. ആമേൻ. എന്നിട്ട് നല്ല ഡോക്ടറാണെങ്കിൽ ആ ഡിസ്ചാർജ് ആകുമ്പോൾ അദ്ദേഹം ഒന്ന് വരും ആ മുറിയിൽ, ചോദിക്കും പോകുമല്ലേ? ഹല്ലേലൂയ, പോകുമല്ലേ? അതുകൊണ്ടാണ് ഡോക്ടർ ആശു കൊണ്ട് പറയും, ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കും. എല്ലാ ഡോക്ടർ മതം ഏതായാലും എല്ലാ ഡോക്ടേഴ്സും പറയും പ്രാർത്ഥിക്കുക. എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ പഠിച്ചവന്, ഞങ്ങൾ കംപ്ലീറ്റ് നോക്കി. പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സൃഷ്ടിച്ചവനെ, ഉണ്ടാക്കിയവനെ കൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത്. കാരണം പഠിച്ച ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഇനിയും വല്ല നട്ടും ബോൾട്ടും ഒക്കെ ഇളകി ഇരിപ്പുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവൻ അറിയാമോ? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ആമേൻ ഹിസ്കിയാവ് ഉണ്ടാക്കിയവന്റെ മുമ്പിലേക്ക് തന്റെ മുഖത്തെ തിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഇടനിലക്കാരൻ വേണം. ഇന്ന് രാത്രി അടുത്ത ദൂത് പറയുമ്പോൾ രോഗമുള്ളവരടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോ. നിനക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഇന്ന് രാത്രി ഇടനിലക്കാരൻ വന്നിട്ടുണ്ട്. നിനക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഇടനിലക്കാരൻ വന്നിട്ടുണ്ട്. നിന്റെ ശരീരത്തിൽ ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ശരിയാ, പക്ഷെ ഇടനിലക്കാരൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നിന്റെ രോഗത്തിന്റെയും നിന്റെയും ഇടയ്ക്ക് കയറി നിൽക്കുന്നവൻ, അവൻ സാധാരണക്കാരനല്ല, അവൻ സൗഖ്യദായകൻ, അവൻ സകലത്തിനും മതിയായവൻ, അവൻ അത്ഭുതങ്ങളുടെ രാജാവ്. ഇന്ന് രാത്രി അവൻ വന്നിട്ടുണ്ട്. ഇടനിലക്കാരൻ, എന്റെ ഉത്തരവാദി, എന്റെ ഉത്തരവാദി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയത്തേക്ക് വരുന്നോണ്ട് ഞാൻ പോകട്ടെ. 1 തിമോഥെയോസ് 2-5 വാക്യം. അവൻ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. വേദപുസ്തകത്തിൽ ഉത്തരവാദി എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 പദങ്ങൾ. ഒന്നവൻ എൻ്റെ ജാമ്യക്കാരൻ, രണ്ടാമത് എൻ്റെ ഇടനിലക്കാരൻ, മൂന്നാമത് അവൻ എൻ്റെ മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും ദൈവത്തിനും മനുഷ്യർക്കും 2 കള്ളന്മാരുടെ മധ്യേ, കാലഘട്ടത്തിന്റെ മധ്യേ, നമുക്ക് വേണ്ടി ലോകത്തിന്റെ മധ്യഭാഗത്ത് ഏക മധ്യസ്ഥനായി. ഹല്ലേലൂയ, ആമേൻ. ചോദ്യം, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിന്റെ അമ്മയോടാ, നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഭർത്താവ് വേദനിപ്പിച്ച് തല്ലുകയാണ്, ഭയങ്കരമായിട്ട് അടിക്കുക. ഒരമ്മ അത് കണ്ടുകൊണ്ട് നിൽക്കുമോ? അമ്മമാര് പറ ഇല്ല. അമ്മ എന്ത് പറയും? അച്ഛ എങ്ങനെ തല്ലരുത്, അച്ഛ എങ്ങനെ തല്ലരുത്. ഞാൻ അമ്മയുടെ പക്ഷത്തിൽ നിന്നോട് ചോദിക്കട്ടെ, നിങ്ങൾ തല്ലരുതെന്ന് പറഞ്ഞത് ദയ, എന്നാൽ തെറ്റ് ചെയ്ത മകനെ തല്ലുന്നത് അപ്പൻ്റെ നീതി. എൻ്റെ ചോദ്യം, നീതി നടക്കണോ ദയ നടക്കണോ? ആമേൻ. കൊച്ചിനെ ഇട്ട് തല്ലണോ? എങ്ങനെ? മക്കൾ പറ, ഇങ്ങനെ ഇട്ട് അപ്പൻ അടിക്കണോ? വേണമെന്നോ വേണ്ടെന്നോ? അപ്പന്മാർ കേട്ടോണ്ടിരിക്കുക, അടിപൂരമായിരിക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി അമ്മ പറയുന്ന നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് നടക്കണം? ദയ. നീതി മുഴുവൻ നടത്താൻ നിന്നാൽ ഈ സ്റ്റേജിൽ ഒരു മനുഷ്യൻ കാണിക്കാൻ ദയ കിട്ടിയ കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ആമേൻ.
എന്നാൽ ഒരു വീടിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അവസാനിക്കുന്നില്ല. അമ്മയോട് ഞാൻ ചോദിക്കുന്നു, ദയ നടക്കണോ നീതി നടക്കണോ? അമ്മ പറയുന്നു ദയ നടക്കണം. അപ്പൊ കൊച്ചു കുറ്റം ചെയ്തതിന് അടി കൊള്ളണ്ടേ? അപ്പൊ നീതി നടന്നാൽ മതിയോ? അപ്പൊ അടിച്ചു പുറം പൊളിക്കട്ടെന്നോ? ദയ നടക്കണമെന്നോ? ഉത്തരം, ദയം നടക്കണം, നീതി നടക്കണം. അതിനമ്മ ചെയ്യേണ്ട എത്ര ഉള്ളൂ? അപ്പൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് പറയണം, നിങ്ങളുടെ ദേഷ്യം തീരുന്നവരെ എൻ്റെ പുറത്തോട്ടങ്ങ് തല്ലും, കൊച്ചിനെ അങ്ങ് വിട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി? നിങ്ങളുടെ കോപം തീരുന്നത് വരെ ആ അടി എൻ്റെ ദേഹത്തടിച്ചോ, കുഞ്ഞിനെ അടിക്കരുത്. ഇന്ന് രാത്രി കാൽവറിയിൽ അതാ നടന്നത്. പാപം ചെയ്ത് ലോകത്തിൻ്റെ സകലവിധമായ മ്ലേച്ഛതയ്ക്കും അടിമപ്പെട്ട മനുഷ്യൻ ഒരു വശത്ത്, എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം വിധി കൽപ്പിച്ച് ഭേദഗതി ചെയ്യാൻ പറ്റാത്ത അഖിലാണ്ടത്തിൻ്റെ സുപ്രീം കോടതി വിധിയായ സർവശക്തന്റെ വിധി മറുഭാഗത്ത്. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു മധ്യസ്ഥന കോടതിയിലേക്ക് കയറി വരികയാ. അവനോട് നമ്മുടെ ഉത്തരവാദി, അവനോട് നമ്മുടെ ഉത്തരവാദി സർവശക്തനായ എന്റെ പ്രാണനാഥൻ. എനിക്ക് നിങ്ങൾക്കും വേണ്ടി സ്വന്തം ശരീരം മുഴുവൻ അതുപോലെ അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു ദൂതുണ്ട്. ധൂർത്തുപുത്രൻ എന്ന് നമ്മൾ പറയുന്ന മുടിയൻ പുത്രൻ ദൂരെ നിന്ന് വരിക. അപ്പോൾ അപ്പൻ നേരത്തെ മുതലേ കാത്തിരിക്കുന്നുകൊണ്ട് പട്ടണവാതിൽ കടന്ന് അവൻ ഗ്രാമത്തിലേക്ക് കയറുക. അപ്പോൾ ജനം മുഴുവൻ കാത്തിരിക്കുക. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെന്ന് ഓർക്കണം. ഈ ഉദാഹരണം യേശു പറഞ്ഞ ഉപമ. മത്സരം ഷടനും അനുസരണം കെട്ടവനുമായ ഒരു മകൻ അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അവനെ കല്ലെറിയണം. അപ്പൊ കല്ലേറ് കൊള്ളാൻ വിധിക്കപ്പെട്ടവനാണ് വരുന്നത്. അപ്പം വാതിക്കാൻ ഒരു വിളി കേട്ടു, അപ്പോ അവൻ അവിടുന്ന് പഠിച്ച് വിളിച്ചു വരിക, ഞാൻ നിന്നോടും. ശബ്ദം കേട്ടപ്പോ അപ്പന് മനസ്സിലായി മോനാ. ആമേൻ. അപ്പൻ ഒരു ഓട്ടമാണ്. ഗ്രാമത്തിനകത്തേക്ക് മകൻ കയറിയാൽ ജനങ്ങളുടെ കയ്യിൽ കല്ലിരിപ്പുണ്ട്. ആമേൻ. പ്രമാണമനുസരിച്ച് അവനെ എറിയാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ ഒരു വെളിപ്പാടാ. അപ്പൻ ചെന്ന് അവനെ ചുംബിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ കെട്ടിപ്പിടിച്ചു. പിന്നെ വന്ന ഏറ് മുഴുവൻ മകനിട്ടല്ല കൊണ്ടത്, അത് അപ്പനിട്ടാ കൊണ്ടത്. സ്തോത്രം. എത്ര പേർക്ക് ഞാൻ കൃപയുള്ളവർ ഇന്ന് രാത്രി അതിന് അർത്ഥം മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതിനകത്തൊരു ദൈവികമായ ഒരു ആഴം കിടപ്പുണ്ട്. അത് തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ലോകമെറിയുന്ന ഏറ് മുഴുവൻ കൊള്ളണ്ട മകന്റെ ശരീരം അപ്പൻ വട്ടം പിടിച്ചപ്പോൾ ഒരു പ്രമാണം അവിടെ ഉടച്ച് ഒരു പുതിയ പ്രമാണം അവിടെ എഴുതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ മടങ്ങിപ്പോകുമ്പോൾ ബാങ്കിൽ ബാലൻസ് ഇല്ല, ഈ തേച്ചിട്ടിരിക്കുന്ന വെള്ള ഷർട്ട് ഒഴികെ. എനിക്കറിയാം. ആമേൻ. ഈ കോട്ടൊക്കെ സൗത്രയാഴ്ചയാണ്. ആമേൻ. എവിടെങ്കിലും ഒരിടത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ചു വിട്ടു. ഇത് വെച്ചിരുന്നത് ഊത്തുപോകാതിരിക്കാൻ, ഇത് ചെറുവക്കലിരിക്കട്ടെന്ന് വിചാരിച്ചതാ. സ്തോത്രം. ആമേൻ. നിങ്ങൾക്കറിയാം, ഞാനൊന്നും ഇടാറില്ല. ഒരു ദൂതി ഞാൻ പറയാം. ഈ അലക്കി തേച്ച വെള്ള ഷർട്ടിനകത്ത് ഒരു പേഴ്സിരിപ്പുണ്ട്. അതിന് കനം കുറവാ, അതിനകത്തൊന്നും ഇല്ല. ആമേൻ. ഉത്തരവാദിത്വങ്ങൾ ഒരുപാടുണ്ട്. ആകെയുള്ള അക്ഷയപാത്രം കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകമാണ്. ഇത് ചങ്കോട് ചേർത്ത് പിടിച്ച് ഞാൻ പറയും അഭിഷിക്തന്മാരോട്, ഇതൊരു അക്ഷയ പാത്രം തന്നെയാ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരിക്കലും വറ്റിപ്പോകാത്തൊരു കിണറാണിത്. വറ്റിപ്പോകാത്തൊരു കിണറാ. അമ്മേ, ഒന്നും കരുതിയിട്ടല്ല നീ ഇന്നായിരിക്കുന്നതെങ്കിൽ, ഇന്ന് നിന്നെ പ്രസംഗിച്ച് കേൾപ്പിച്ചയക്കുന്നത് വെറും ഒരു പ്രസംഗമല്ല. നിന്റെ തലമുറയ്ക്കൊരു ഉത്തരവാദിയുണ്ട്. പ്രാവിന്റെ കണ്ണുപോലെ നിറഞ്ഞ കണ്ണുകളോടെ ഇന്ന് രാത്രി യേശുവിനെ ആരാധിക്കുന്ന അമ്മേ,
നിന്റെ കുഞ്ഞിനൊരു ഉത്തരവാദിയുണ്ട്. അവളുടെ പഠനത്തിന് വേണ്ടി നീ കരുതിയിട്ടില്ലെങ്കിൽ, അവളുടെ ഭാവിക്ക് വേണ്ടി ഇതുവരെ നിന്റെ കയ്യിലൊന്നും കരുതിയിട്ടില്ലെങ്കിൽ, അഭിഷേക്തന്മാരെ, ഈ പുസ്തകമായിട്ട് ഇവിടെ വചനം പഠിപ്പിക്കാൻ നിന്നെ അയച്ച ഒരു ഉത്തരവാദിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷ കരുതിയിട്ടുണ്ട്. അവൻ നീ പുറത്തു വരുമ്പോൾ നീ ചെയ്യാനുള്ളത് കരുതിയിട്ടുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയവര്. ഇതൊരു കോൺക്രീറ്റഡ് മെസ്സേജാ. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൺഫേം ചെയ്യുക. നാളെയുടെ നിളകളിൽ നീ എന്താകണമെന്ന് എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി അവനത് കരുതിയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആ നല്ല ഉത്തരവാദി നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മെ വിട്ടുകൊടുക്കുവാൻ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്തൃകരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം വിട്ടുകൊടുത്താട്ടെ. ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പ്ലസ് രണ്ടുപേരും പാട്ടുകൾ പാടുമ്പോൾ നാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചയക്കുവാൻ. ആമേൻ. ദയവായിട്ട് എഴുന്നേൽക്കുമ്പോൾ പോകുകയല്ല, ആ ബൈബിൾ എല്ലാം ഒന്ന് താത്തു വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ കർത്തൃകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് ഒരു നിമിഷം കാൽവരി ക്രൂശിലേക്ക് നോക്കി, എനിക്കൊരു ഉത്തരവാദിയുണ്ട്. എൻ്റെ കർത്താവ് സകല ശത്രുവിൻ്റെ മേലും ജയം തരുന്ന എൻ്റെ കർത്താവ്. യെസ്, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. ആമേൻ. വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങൾ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങൾ നല്ല തുണയേശു, കണ്ണുനീരവൻ. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും ഹല്ലേലൂയ പലതും പറഞ്ഞിടും. വല്ലവൻ പുതുവഴി തുറന്നി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ ഹല്ലേലൂയ ഭാരങ്ങളാൽ വലയുകയോ, രോഗങ്ങളാൽ തളരുകയോ. ഭാരങ്ങളാൽ വലയുകയോ, രോഗങ്ങളാൽ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. കരുതും അവൻ നല്ല ഓഹരി. കരുതും
Thank you, Lord. Oh, my Jesus. Yeshua. Amen. 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 തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലത്തെ തിളയുടെ കുതിപ്പ് നിന്നാലും അതിന് അകത്ത് കിടക്കുന്നതിനെ വേവിക്കുന്ന ഒരു തീ, ഒരു ചൂട് ആ വെള്ളത്തിനകത്ത് വ്യാപരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു ശക്തി അകത്ത് ചുമന്നുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്ക് അഭിഷേകനെ എന്നോടാ സംസാരിച്ച, എൻ്റെ വീടിനോടാ, എൻ്റെ കുടുംബത്തോടാ. നിനക്കൊരു ഉത്തരവാദിയുണ്ട്, നിനക്കൊരു ജാമ്യക്കാരനുണ്ട്, നിനക്കൊരു ഇടനിലക്കാരനുണ്ട്, നിനക്കൊരു തരകനുണ്ട്, നിനക്കൊരു മധ്യസ്ഥനുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല, ആരുമില്ലാത്തവനല്ല. ഒരു ഉത്തരവാദിയുണ്ട്. ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വാക്ക് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പിടിച്ചാട്ടെ, കരമുയർത്തി പിടിച്ചാട്ടെ. ആ കരങ്ങളെ കർത്താവ് തൊടട്ടെ, ആ കരങ്ങളെ ദൈവം സ്പർശിക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കട്ടെ. മാവ് കുടിക്കുന്ന തൊട്ടി, എണ്ണയെടുക്കുന്ന ഭരണി, മൃഗസമ്പത്ത്, കൃഷി സമ്പത്ത്, വാഹനങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ, ദൈവസഭ, ആത്മീയ കാര്യങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, സകലത്തിൻ്റെ മേലും എൻ്റെ തമ്പുരാന്റെ കരനീട്ടി, ആണി പഴുതുള്ള കരനീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ചയച്ചോട്ടെ. കർത്താവ് തൊട്ടയക്കണമേ. കർത്താവെ, കടന്നു വന്ന ദൈവദാസന്മാർ, ബഹുമാനപ്പെട്ട അഭിഷേകൻ ജോൺ ചാനും കുടുംബം, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ, സംഗീത ടീം, ദൈവദാസന്മാർ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നിന്റെ മക്കളൊരു അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒരു വാക്ക്, ഞാനിങ്ങോട്ട് പോരുമ്പോൾ ചിലരൊക്കെ ഫോൺ ചെയ്തിട്ട് ദേവദാസനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കേട്ടു, ദേവദാസൻ്റെ പ്രസംഗങ്ങൾ ആമേൻ ഞങ്ങൾക്ക് വാഹനത്തിൽ കേട്ട് യാത്ര ചെയ്യുമ്പോൾ കേൾക്കുവാൻ ചില കോപ്പീസ് എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാട്ടുകളൊക്കെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരും പോകരുത് ദയവായിട്ട്. ഒരു സെക്കൻഡ് കൂടെ പ്ലീസ് ഡോണ്ട് ഗോ. കണ്ണുകൾ അടച്ചാൽ ഒരിക്കൽ പ്രാർത്ഥിച്ച് ആശ്രമം പറയുമ്പോഴാണ് കർത്താവിന്റെ ദാസൻ പൊടിയച്ചാൻ പ്രാർത്ഥിച്ച് ആശ്രമം പറയുന്നവരെ ദയവായി 1 മിനിറ്റ് കൂടെ നിൽപ്പാൻ വേണ്ടി അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെയും ഈ ഗ്രൗണ്ടിൽ ദൂതന്മാരുടെ കാവലും ദൈവത്തിൻ്റെ വേലിയും ഉണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ വചനം ഘോഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശേഷാൽ ഇന്ന് രാത്രി വചനം ഘോഷിച്ച് ഞങ്ങളുടെ പ്രധാനമായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായവരെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ, ചുറ്റുവട്ടങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി ഭദ്രമായി ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ യോഗങ്ങൾ, മഹായോഗങ്ങൾക്ക് ഒരു മുടക്കം കൂടാതെ ദൈവം കാവലെന്ന ബുധങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവസാനിക്കുന്നതായി കൺവെൻഷൻ പ്രാദേശിക സഭകൾക്ക് വരും ദിവസങ്ങൾ എബ്ബേസ് പറഞ്ഞതുപോലെ നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കും. അതിന് നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇന്ന് രാത്രി വരെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് ഭവനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തെ തുറക്കുവാൻ
ദൈവം ശക്തനാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇത്രത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയദാസനും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കോളേജിലെ അധ്യാപകർക്കായി, വിദ്യാർത്ഥികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പ്രത്യേക സഭയ്ക്കായി സ്തോത്രം. ഈ ഒരു വലിയ കൊള്ള പങ്ക് കിട്ടിയത് പോലെ ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരികിതമെങ്കിൽ നാടത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ നാഥൻ ഇന്ന് വരെ ഞങ്ങളോട് കൂടെയുണ്ടതുകൊണ്ട് സ്തോത്രം. തുറന്ന് ഞങ്ങളുടെ മടക്കിയ പ്രിയതയും കൂടെയിരിക്കണമേ. ധന്യനായ കർത്താവ് പ്രവർത്തിച്ച മഹത്വം അങ്ങ് തന്നെ എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മടക്കിയ യാത്രമേലും നാടയുടെ സഭായോഗത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരേണം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ശക്തമായ ആത്മീയ ആരാധന അടങ്ങുന്നതായ DVD-കൾ ലഭിപ്പാൻ ദയവായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ മിസ്റ്റർ സാംസി ഡാനിയൽ, ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 713-277-8647. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.